മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ പാർട്ടി എന്ന അവകാശവാദവുമായാണ് ആം ആദ്മി പാർട്ടി ആരംഭിച്ചത്. അഴിമതി വിരുദ്ധ കുരിശുയുദ്ധം നടത്തിയ ആളുകൾ ഇപ്പോൾ അഴിമതി ആരോപണം നേരിടുന്ന അവസ്ഥയാണ് ഡൽഹിയിൽ കാണുന്നത്. ആം ആദ്മി എന്ന സ്വപ്നം അവസാനിച്ചു. എഡിറ്റേഴ്സ് അവർ ചർച്ച ചെയ്യുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. ആം ആദ്മി പാർട്ടിയിൽ കലാപമുറുകുന്നു. അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണമെന്ന് സൗരവ് ഭരദ്വാജ് MLA. നിരാഹാരം കിടക്കുന്ന മുൻ മന്ത്രി കപിൽ മിശ്രയ്ക്ക് നേരെ കയ്യേറ്റ ശ്രമം. സംഭാവനയ്ക്ക് നികുതി അടയ്ക്കാത്തതിന് കെജ്രിവാളിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. കുൽഭൂഷൺ യാദവിനായി നിയമ പോരാട്ടം കടുപ്പിച്ച ഇന്ത്യ. വധശിക്ഷ സ്റ്റേ ചെയ്ത അന്താരാഷ്ട്ര കോടതി ഉത്തരവ് പാകിസ്ഥാൻ പാലിക്കണമെന്ന് ഇന്ത്യ. കോടതി അധികാര പരിധി ലംഘിച്ചുവെന്ന് പാകിസ്ഥാൻ. കേസിലെ വാദം തിങ്കളാഴ്ച മുതൽ. കശ്മീരിൽ സൈനികനെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി വധിച്ചു. സംസ്ഥാനത്ത് 377 ഹെക്ടർ ഭൂമി കയ്യേറ്റക്കാർ കൈവശപ്പെടുത്തിയെന്ന് റവന്യൂ മന്ത്രി. ഇടുക്കിയിൽ അന്യാധീനപ്പെട്ടത് 110 ഹെക്ടർ. സ്പിരിറ്റ് ഇൻ ജീസസ് മേധാവി ഏറ്റവും വലിയ കയ്യേറ്റക്കാരൻ. ഏലമലക്കാട്ടിലെ മരം മുറിക്കരുതെന്ന് CPI. കോട്ടയം കൂട്ടുകെട്ടിനെ കുറിച്ച് വിശദമായ ചർച്ച ആവശ്യപ്പെട്ട് CF തോമസ്. ഏതെങ്കിലും മുന്നണിയിൽ പോകാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. കേരള കോൺഗ്രസിൽ കലാപം ഉയർത്തേണ്ട എന്ന് ജോസഫ് ഗ്രൂപ്പ് തീരുമാനം. PJ ജോസഫ് ഇനി മാണിക്കൊപ്പം നിൽക്കരുതെന്ന് ഫ്രാൻസിസ് ജോർജ്. സുപ്രീം കോടതി ശിക്ഷിച്ച ജസ്റ്റിസ് കർണനെ കണ്ടെത്താൻ കഴിയാതെ പോലീസ്. ബംഗാൾ പോലീസ് ചെന്നൈയിലെത്തിയെങ്കിലും കർണൻ കർണാടകയിലേക്ക് പോയെന്ന് റിപ്പോർട്ട്. കോടതികളുടെ ഡിജിറ്റൽ വൽക്കരണ പദ്ധതിക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി. അരവിന്ദ് കെജ്രിവാളിനെതിരെ അഴിമതി ആരോപണം ഉയർത്തിയ മുൻ മന്ത്രി കപിൽ മിശ്ര ദില്ലിയിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു. സമരവേദിയിൽ വെച്ച് കപിൽ മിശ്രയ്ക്ക് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായി. അതേസമയം ഇന്നലെ വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് നടത്താമെന്ന് അവകാശപ്പെട്ട ആം ആദ്മി MLA സൗരവ് ഭരദ്വാജ് ഇന്ന് കെജ്രിവാളിനെതിരെ രംഗത്ത് വന്നു. അഴിമതി ആരോപണത്തിൽ അന്വേഷണം നേരിടുന്ന കെജ്രിവാൾ രാജിവെക്കണമെന്ന് സൗരഭ് ആവശ്യപ്പെട്ടു. അതിനിടെ ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ച സംഭാവനകൾക്ക് നികുതി അടയ്ക്കാത്തതിന് ആദായ നികുതി വകുപ്പ് അരവിന്ദ് കെജ്രിവാളിനും മറ്റു 3 നേതാക്കൾക്കും കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും പണമില്ലെന്ന പാർട്ടിയുടെ നേതൃയോഗങ്ങളിൽ കെജ്രിവാൾ ആവർത്തിക്കുമ്പോഴാണ് പാർട്ടി നേതാക്കൾ തുടർച്ചയായി വിദേശയാത്ര നടത്തുന്നതെന്ന് കപിൽ മിശ്ര ആരോപിച്ചു. കഴിഞ്ഞ 2 വർഷത്തിനിടെ പാർട്ടി നേതാക്കളായ സഞ്ജയ് സിംഗ്, ആശിഷ് കേത്താൻ, സത്യേന്ദ്ര ജെയിൻ, രാഘവ് ചട്ട, ദുർഗേഷ് പഥക് തുടങ്ങിയവർ നടത്തിയ യാത്രകളെ കുറിച്ചാണ് കപിൽ മിശ്ര ചോദ്യമുയർത്തുന്നത്. ഇവർ നടത്തിയ വിദേശയാത്രകളുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടാൽ ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ ആം ആദ്മി പാർട്ടി സർക്കാരിനെ ജനങ്ങൾ അനുവദിക്കില്ലെന്നും കപിൽ മിശ്ര കെജ്രിവാളിന് അയച്ച കത്തിൽ അവകാശപ്പെടുന്നു. വിദേശയാത്രകൾ നടത്തുന്നതിന് ആം ആദ്മി പാർട്ടി നേതാക്കൾക്ക് എവിടെ നിന്നാണ് പണം ലഭിച്ചതെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നതുവരെ സത്യാഗ്രഹ സമരം തുടരുമെന്ന് കപിൽ മിശ്ര അറിയിച്ചു. ഇതിനിടെ ലഭിച്ച സംഭാവനകളെ കുറിച്ച് ആം ആദ്മി പാർട്ടി നൽകിയ വിശദാംശങ്ങൾ തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ആദായ നികുതി വകുപ്പ് പാർട്ടിക്ക് നോട്ടീസ് നൽകി. അരവിന്ദ് കെജ്രിവാളിനും മറ്റു 3 നേതാക്കൾക്കുമാണ് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയത്. കുറ്റം കോടതിയിൽ തെളിഞ്ഞാൽ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. റിപ്പോർട്ടർ, ദില്ലി. ഈ വിഷയത്തിൽ ശ്രീ അരുൺ ജോസഫ്, ആം ആദ്മി പാർട്ടി, ശ്രീ VK ആദർശ്, സാങ്കേതിക വിദ്യാ വിദഗ്ധൻ, ശ്രീ V മുരളീധരൻ, BJP നേതാവ്, ശ്രീ മുഹമ്മദ് റിയാസ്, DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നിവർ. ആദ്യം ശ്രീ അരുൺ, വലിയ ആരോപണങ്ങളാൽ ബുദ്ധിമുട്ടുകയാണ് ആം ആദ്മി പാർട്ടി. അഴിമതി ആരോപണം ഒരു വശത്ത്, പാർട്ടിയിലെ ഉൾപാർട്ടി തർക്കം മറ്റൊരു വശത്ത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മറ്റു വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് തുടങ്ങിയ കാര്യങ്ങൾ ആരോപിക്കുമ്പോൾ അത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് മേലുള്ള ജനങ്ങളുടെ വിശ്വാസത്തിന് ഏൽപ്പിക്കുന്ന പോറൽ വലുതല്ലേ? സ്വന്തം പാർട്ടിയുടെ ആഭ്യന്തര തർക്കങ്ങളുടെ പേരിൽ ജനാധിപത്യത്തെ ആകെ അവമതിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ ഒരു പാർട്ടി സ്വീകരിക്കാമോ? ഇവിടെ സ്വന്തം പാർട്ടിയിലെ ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ടേക്കപ്പ് ചെയ്തൊരു വിഷയമല്ല EVM-ലെ പോരായ്മകൾ. ആം ആദ്മി പാർട്ടി കഴിഞ്ഞ 2-3 മാസമായിട്ട് പഞ്ചാബ് ഇലക്ഷൻ്റെ അവസാനത്തോടുകൂടി ഉന്നയിക്കുന്നൊരു വിഷയമാണ് EVM എന്ന് പറയുന്നത് 100% സേഫ് അല്ല, അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിത്തറയെ തകർക്കും. അതിലൊരു ക്ലാരിഫിക്കേഷൻ വേണമെന്നുള്ളത് പാർട്ടി മുന്നേ എടുത്തൊരു നിലപാടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള കഴിഞ്ഞ ദിവസം ഡൽഹി അസംബ്ലിയിൽ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ആ ഹാക്ക് എന്ന് പറയുന്നത് 2 മാസത്തോളം വരുന്ന പ്രിപ്പറേഷൻ അതിനുണ്ട്. ഇപ്പോൾ ഡൽഹി IIT പല IIT-കളുടെയും സപ്പോർട്ടും പല ടെക്നിക്കൽ ആളുകളുടെ സപ്പോർട്ടും സ്വീകരിച്ച് 2 മാസത്തോളം പ്രിപ്പറേഷൻ ചെയ്ത് ഒരുപാട് ടെസ്റ്റ് റൺസ് ഒക്കെ നടത്തിയ ശേഷം നമ്മൾ ചെയ്തൊരു കാര്യമാണ്. അത് ഇപ്പോൾ ഒരു നിയമസഭയ്ക്കകത്ത് ചെയ്യുമ്പോൾ വളരെ സിമ്പിളാണ് അതിൻ്റെ ഉത്തരം. അതിന് നിയമപരിരക്ഷയുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഒരു കേസും ഉണ്ടാകില്ല. 2, അവിടെ നിങ്ങളുടെ പാർട്ടിയുടെ MLA-മാരാണ് ബഹുഭൂരിപക്ഷം. പ്രതിപക്ഷം എന്ന് പറയുന്നത് അങ്ങേയറ്റം നാമമാത്രമാണ്. ചോദ്യങ്ങൾ വരില്ല. 3 മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ അവിടെ പേടിക്കേണ്ട. ഇങ്ങനെ വളരെ സേഫായി നിയമപരിരക്ഷ അടക്കം ഉറപ്പുവരുത്തി ചെയ്യേണ്ട ഒന്നാണോ ഇത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ നിങ്ങളെ. അതിലേക്ക് വരാം. ഇതിൽ
ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിത്തറ തകർക്കുന്ന ഒരു കാര്യം ജനപ്രതിനിധികൾ അവരുടെ വേദി എന്ന് പറയുന്നത് അസംബ്ലി തന്നെയല്ലേ? ആ അസംബ്ലിയിൽ തന്നെയാണ് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഒളിച്ചോടുകയല്ല. അതിന് പുറത്തിറങ്ങി കഴിയുമ്പം പത്രക്കാർ ചോദിച്ച ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനിയും പത്രക്കാർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും. പത്രക്കാർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ഇന്നും പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, ഇലക്ഷൻ കമ്മീഷന് കോൺഗ്രസ് ആം ആദ്മി പാർട്ടി മാത്രമല്ല കോൺഗ്രസ് അടക്കമുള്ള ജ്യോതിരാജ് സിന്ധ്യയും ദിഗ്വിജയ് സിംഗും അടക്കമുള്ള ആളുകൾ ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ച് 2 മാസങ്ങൾക്ക് മുമ്പ് ഈ വിഷയത്തിൽ ക്ലാരിഫിക്കേഷൻ ഈ മാസം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങളെ അടക്കം ക്ഷണിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഹാക്കത്തോണിന് തയ്യാറാണ്. പറയാം. അപ്പോൾ ആം ആദ്മി പാർട്ടി മാത്രമല്ല പല പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയം ഉന്നയിച്ചിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഈ നാളുകളായിട്ട് ഒരു ഡേറ്റ് പറയുന്നില്ല. മെയ് 12-ന് പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിലേക്കേ ആയിട്ടുള്ളൂ. ഞാൻ പറയുന്നത് ഈ വിഷയം കഴിഞ്ഞ 3 മാസമായിട്ട് ആം ആദ്മി പാർട്ടി മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ ഇതിനോടകം ഒരു ഡേറ്റ് പ്രഖ്യാപിച്ച മെയ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീ വി കെ ആദർശ് ഇപ്പോൾ ഒരു സ്വന്തമായ ഒരു വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കിയിട്ട് ഇത് ഹാക്ക് ചെയ്യാം എന്ന് ആം ആദ്മി പാർട്ടി വാദിക്കുമ്പോൾ താങ്കൾ കാണുന്നത് ഇപ്പോൾ ആ പാർട്ടി വന്നുപെട്ടിരിക്കുന്ന അബദ്ധങ്ങളിൽ നിന്നും വിമർശനങ്ങളിൽ നിന്നും ഒന്ന് ശ്രദ്ധ മാറ്റാമെന്നാണോ? അതല്ല ഈ വിഷയത്തിൽ മെറിറ്റ് ഉണ്ട് എന്ന് അവർ പ്രൂവ് ചെയ്തിരിക്കുകയാണോ? ഈ വിഷയത്തിൽ ഒരു മെറിറ്റും ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുന്നില്ല. കാരണം ഇത് അത്രയ്ക്ക് മെറിറ്റ് ഉണ്ടെങ്കിൽ ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ ഇതേ സാധനം പുറത്ത് ആവർത്തിക്കാൻ പറ്റും. പുറത്ത് ആരോപണമല്ല ആവർത്തിക്കേണ്ടത്. അതേ ഡെമോൺസ്ട്രേഷൻ എങ്ങനെയാണോ സഭയ്ക്കകത്ത് നടത്തിയ അതേ ഡെമോൺസ്ട്രേഷൻ പുറത്ത് നടത്തണം. അവിടെയാണ് നേരത്തെ അഭിലാഷ് പറഞ്ഞ എൻ്റെ ചർച്ചയുടെ കാതൽ വന്നിരിക്കുന്നത്. കാരണം പകത്ത് ചില പ്രിവിലേജുകളുണ്ട്. കാരണം അതിനകത്താണെങ്കിൽ പുറത്ത് ചോദ്യം ചെയ്യാൻ പാടില്ല, കോടതിയിൽ പോകാൻ പറ്റത്തില്ല, ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതേ ഡെമോൺസ്ട്രേഷൻ എന്തുകൊണ്ട് നാട് നീളം നടത്താൻ പറ്റുന്നില്ല? അകത്ത് നടത്തിയ സംഭവം കാര്യം എവിടെയും റിപ്പീറ്റ് ചെയ്യാൻ പറ്റണം. 1. 2. ഇത് EVM മെഷീനിലല്ല നടത്തിയത്. കാരണം അകത്ത് നടത്തിയത് EVM പോലെ ഒരു മെഷീൻ ഹാക്ക് ചെയ്താണ് കാണിച്ചത്. ഇനി നമുക്ക് തന്നെ അറിയാം ഇതിനകത്ത് ഒരു സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഒരു ഉപകരണവും ഒരു കാരണവശാലും ഫുൾ പ്രൂഫ് അല്ല. അത് പേപ്പർ ബാലറ്റ് പോലുമല്ല. കാരണം നമ്മൾ കരുതുന്ന പോലെ പേപ്പർ ബാലറ്റ് സാങ്കേതിക ഒരു ഉപോൽപ്പന്നമൊന്നും അല്ലാത്ത സാധനമല്ല. അത് അച്ചടി സാങ്കേതിക വിദ്യയായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു ഉപോൽപ്പന്നം തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ വിവിധ സാങ്കേതിക വിദ്യകളെ താരതമ്യപ്പെടുത്തുമ്പോൾ EVM വളരെ വളരെ സേഫ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. പേപ്പർ ബാലറ്റിനെ അപേക്ഷിച്ചാലും പേപ്പർ ബാലറ്റിന് ഒരുപാട് കൗണ്ടിങ്ങിൻ്റെ എളുപ്പം മാത്രമൊന്നുമില്ല, ഒട്ടനവധി സേഫ്റ്റി പ്രശ്നങ്ങൾ അതിനുണ്ട്. പക്ഷേ ഇവിടെ വരാൻ നേരത്തെ ഒരുപാട് മാർക്ക് കിട്ടുന്നു. പക്ഷേ ഇതിനകത്ത് എവിടെയാണ് സാങ്കേതികപരമായി ഒരു EVM-നെ ഹാക്ക് ചെയ്യാം, പക്ഷേ പ്രായോഗികമായി അതൊട്ടും നടക്കത്തില്ല. ഞാനിത് പറയുന്നത് ആ EVM-നെ ഒരു 3 പൊതു തെരഞ്ഞെടുപ്പിൽ അടുപ്പിച്ച് നടന്ന 3 പൊതു തെരഞ്ഞെടുപ്പിൽ പ്രിസൈഡിംഗ് ഓഫീസറായി നിരുന്ന അനുഭവം കൂടി വെച്ച് പറയുകയാണ്. കാരണം എന്താ പറയുക, നമുക്ക് ആ മെഷീൻ തരാൻ നേരത്ത് നമുക്ക് പല പ്രാവശ്യം മെഷീൻ നമുക്ക് മോക്ക് റൺ നടത്തി മോക്ക് പോൾ നടത്തി നോക്കാൻ പറ്റും. ഇലക്ഷൻ അന്ന് തലേന്ന് നടത്തും, അതിന് അന്ന് രാവിലെ 50 എണ്ണം നിയമപരമായി നമ്മൾ നടത്തും, പലതരത്തിൽ നടത്തും. പക്ഷേ അവിടെയും ഒരു ചെറിയ പ്രശ്നം ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്കൊരു ചീറ്റ് കോഡ് ഇത് ഉണ്ടാക്കുന്ന വേളയിൽ ഒരു ചീറ്റ് കോഡ് വേണമെങ്കിൽ ഇതിനകത്ത് ഒളിപ്പിച്ച് വയ്ക്കാം. സാധാരണ ഒരു ഇലക്ട്രോണിക് ഉപകരണം പ്രവർത്തിക്കുന്നത്, ഇപ്പം ഞാൻ ഇത് കാണുന്നവരുടെ അറിവിലേക്ക് പറയുകയാണ്, ഒരു ഇലക്ട്രോണിക് ഉപകരണം പ്രവർത്തിക്കുന്നത് അത് ഉപകരണം മാത്രമല്ല, അതെങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഒരു കൂട്ടം അതിനകത്ത് പ്രവർത്തിക്കണം. അതിനകത്ത് വളരെ വിദഗ്ധമായ ഒരു ചീറ്റ് കോഡ് ഉൾപ്പെടുത്തിയാൽ ഓൺ ടൈം പ്രോഗ്രാം ചെയ്യുന്ന വേളയിൽ തന്നെ ഒരു ചീറ്റ് കോഡ് ചെയ്യാം. പക്ഷേ അവിടെ ഞാൻ പറയുന്നത് സാങ്കേതികമായിട്ട് സാധ്യമാണ്, പ്രായോഗികമായി അല്ല എന്നാണ് ഞാൻ പറയുന്നത്. സാങ്കേതികമായിട്ട് സാധ്യം. എങ്ങനെയാണ് സാധ്യം? ഈ ചീറ്റ് കോഡ് അതിനകത്ത് ഒളിപ്പിച്ച് വയ്ക്കാം. ഈ ചീറ്റ് കോഡ് എപ്പോഴാണ് പ്രവർത്തന സജ്ജമാക്കേണ്ടത്? അതൊരു പ്രത്യേക കീ കോമ്പിനേഷൻ പ്രവർത്തിക്കുമ്പോൾ നടക്കും. എന്താണ് ഈ പ്രത്യേക പ്രീ കോമ്പിനേഷൻ? നമ്മുടെ വീട്ടിലേക്ക് TV നന്നാക്കാൻ വരുന്ന ആൾ റിമോട്ടിനകത്ത് ഒരു പ്രത്യേക തരം കീ കോമ്പിനേഷൻ അമർത്തുമ്പോൾ സ്ക്രീൻ തന്നെ മാറി കൊടുക്കുന്നതാണ്. ATM മെഷീനുകൾ ഇങ്ങനെയുണ്ട്. നമ്മൾ അമർത്തുന്ന കീ അല്ല, ഒരു പ്രത്യേക കീ കോമ്പിനേഷൻ അമർത്തുമ്പോഴേക്ക് ATM മെഷീൻ അത് സർവീസ് ചെയ്യാൻ വരുന്ന ആൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ മാനേജർക്ക് ഉള്ള പുതിയൊരു സ്ക്രീൻ ദൃശ്യമാവുകയും അവർക്ക് വേണ്ട അറ്റകുറ്റപ്പണി നടത്തിയിട്ട് തിരിച്ചു പോവുകയും ചെയ്യാം. ഇതൊരു ചീറ്റ് കോഡ് പ്രവർത്തിക്കാൻ പറ്റും. പക്ഷേ ഇത് സാങ്കേതികമായി നടക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ പ്രായോഗികമായി ഒട്ടും നടക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ചീറ്റ് കോഡ് പ്രവർത്തിപ്പിക്കണമെങ്കിൽ രാജ്യത്ത് എത്ര EVM വർക്ക് ചെയ്യുന്നുണ്ട്? 1000 വോട്ടർമാർക്കാണ് ഒരു EVM നമുക്ക് ശരാശരി നമ്മൾ വർക്ക് ചെയ്യുന്നത്. 1 ലക്ഷത്തോളം ആൾക്കാർ ഈ ചീറ്റിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമാവേണ്ടി വരും. അതൊരു കാരണവശാലും നടക്കത്തില്ല. അത്രയും മൊത്തം ആൾക്കാർ 1 ലക്ഷത്തോളം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു വലിയ ചീറ്റിംഗ് പരിപാടിയെങ്കിൽ ലോക അത്ഭുതങ്ങളിൽ ഒന്നായിരിക്കും അത്. ഒന്ന്. രണ്ടാമത്തെ കേസ് ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ പ്രശ്നത്തിലേക്ക് വരാം. ലോകത്ത് ഇതുവരെ നടന്ന ഒരു ഇലക്ഷനിൽ 70 സീറ്റിൽ 67 സീറ്റ് നേടി അധികാരത്തിൽ വന്നപ്പോൾ അവിടെയാണ് നമ്മൾ സംശയിക്കേണ്ടിയിരുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. കാരണം UP ഇലക്ഷനിൽ നടന്ന പോലും നേരത്തെ നടന്ന NDA അധികാരത്തിൽ വന്ന പൊതു തെരഞ്ഞെടുപ്പിൽ പോയി ഇത്രയും വലിയ ഭൂരിപക്ഷം ഒരു പാർട്ടിക്കും കിട്ടിയിട്ടില്ല. ഒരൊറ്റ പാർട്ടിക്കാന്ന് ആലോചന, ഒരു മുന്നണിക്കല്ല, ഒരു പാർട്ടിക്ക്. അതും ഒരു പോളും ഒരു എക്സിറ്റ് പോളും ഒരു പ്രീ പോളും പ്രവചിക്കാത്തതുപോലെ നമുക്ക് തന്നെ അറിയാലോ. അത്യാവശ്യം നന്നായി ഇക്കാര്യത്തിൽ അഭിപ്രായം നടത്തുന്ന രാജീവ് സർദേശായി പോലും പറഞ്ഞ എന്താണ്, എൻ്റെ പ്രവചനം തെറ്റിപ്പോയി. കക്ഷി പോലും പ്രവചിക്കുന്നത് 45 സീറ്റാണ്, എൻ്റെ പ്രവചനം തെറ്റിപ്പോയി. അത്തരത്തിലെ പോൾ പണ്ഡിറ്റ്സിന് പോലും തെറ്റിപ്പോയ പ്രവചനമാണ്. അവിടെയാണ് നടക്കേണ്ടത്. ഇനി ഇതിൻ്റെ പ്രായോഗികതയിലേക്ക് വരാം. ഞാൻ അതിലേക്ക് നമുക്ക് ചർച്ച അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ കൊണ്ടുപോകും. ശ്രീ മുഹമ്മദ് റിയാസ്, ഇക്കാര്യത്തിൽ താങ്കൾ എന്താണ് കാണുന്നത്? ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് തന്നെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ മന്ത്രിസഭയിൽ
ഒരാഴ്ച മുൻപ് വരെ മന്ത്രിയായിരുന്ന ആൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ തന്നെ ആരോപണം ഉന്നയിക്കുന്നു. അതുകൂടാതെ അവിടെയുള്ള മന്ത്രിമാർക്കും എന്തിന് അരവിന്ദ് കെജ്രിവാളിനെതിരെ പോലും പുതിയ അഴിമതി ആരോപണങ്ങളൊക്കെ വരുന്നു. ഇങ്ങനെ ഒരു ആകപ്പാടെ ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുമ്പോൾ ഒരു പാർട്ടി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് പറയുന്നതിനെ വിശ്വസിക്കേണ്ടതുണ്ടോ? ഒന്ന്, ആം ആദ്മി പാർട്ടി അതിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളും അഴിമതി ആരോപണങ്ങളൊക്കെ നമുക്ക് ഇനി എന്ത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ഇവിടെ EVM അഥവാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങൾ നമ്മളെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിന് തന്നെ വലിയ രീതിയിലേക്കൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ടെന്നൊരു വസ്തുതയാണ്. EVM അത് ഒരുപാട് പ്രയാസമേറിയ മാൻ പവർ ഉൾപ്പെടെ ഉള്ള ഒരുപാട് പ്രയാസമേറിയ ഒരു സംവിധാനമായി പോകുന്നു. അത് ഹൈജാക്ക് ചെയ്യുക അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കുമെന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല. ഇത് ഓരോ പാർട്ടികളും രാജ്യത്ത് മാറി മാറി പറയുന്നുണ്ട്. 1999 ആദ്യമായി EVM ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJP കോalition ഗവൺമെൻറ്റാണ് അധികാരത്തിൽ വന്നത്. ശ്രീ വാജ്പേയി പ്രധാനമന്ത്രിയായി. അന്ന് ആരോപണം ചെറുതായി വന്നു. 2009 രണ്ടാം UPA ഗവൺമെൻറ് വന്ന സമയത്ത് അന്ന് BJP ഇതേ അഭിപ്രായം ഉന്നയിച്ചു. അപ്പോൾ പരാജയപ്പെടുന്നവർ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ തകരാറാണ്, അതിലെന്തോ കൃത്രിമമാണെന്ന് പറയുന്ന രീതിയോട് യോജിക്കാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ ഇവിടെ എന്തൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഒരു പ്രശ്നമായി വന്നിരിക്കുന്നു. ക്രെഡിബിലിറ്റി, വിശ്വാസ്യത ഒരു പ്രശ്നമായി വന്ന് നിൽക്കുമ്പോഴാണ് VVPAT അഥവാ വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ ഇതോടൊപ്പം വെക്കണം. അതായത് വോട്ട് ചെയ്യുമ്പോൾ വോട്ട് ചെയ്ത വോട്ടർക്ക് അവിടെ നിന്നും ഇതുമായി ഘടിപ്പിച്ചിട്ടുള്ള മറ്റൊരു ഹാർഡ്വെയറുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ലിപ്പിൽ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് കാണാൻ വേണ്ടി സാധിക്കുക. സ്ലിപ്പ് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. സെക്യൂരിറ്റി ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് ആദ്യമായിട്ട് വന്നത് ന്യൂയോർക്ക് 2001 2001 ഇത് ലോകത്താദ്യമായി ഇത് നടപ്പിലാക്കിയത്. ഈ സംവിധാനം എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാ? അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇത് നമ്മുടെ രാജ്യത്ത് 543 മുഹമ്മദ് റിയാസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ VVPAT യന്ത്രങ്ങളാണ് ഇനി പുതുതായി വാങ്ങുക. 16 ലക്ഷം VVPAT യന്ത്രങ്ങൾക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് 1940 കോടിയുടെ പുതിയ വോട്ടിംഗ് മെഷീൻ, M3 സ്പെസിഫിക്കേഷനുള്ള വോട്ടിംഗ് മെഷീനാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓർഡർ കൊടുത്തിട്ടുള്ളത്. സ്വാഭാവികമായും ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരുപക്ഷെ പൂർണ്ണമായിട്ടല്ലെങ്കിലും ബഹുഭൂരിപക്ഷം ഇടങ്ങളിലും ഈ VVPAT യന്ത്രങ്ങളായിരിക്കും ഉപയോഗിക്കുക. അല്ല അഭിലാഷേ, പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കണം. അപ്പോൾ ഞാനതൊന്ന് മുഴുമിപ്പിക്കാം. 2016 തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഞ്ചീപുരം മണ്ഡലത്തിലെ വോട്ടിങ്ങിന് ശേഷമുള്ള ടാലിയിങ്ങിൽ പ്രശ്നം വന്നു. അതായത് ടോട്ടൽ വോട്ടേഴ്സ് രജിസ്റ്റേർഡും EVM-ലെ വോട്ടും തമ്മിലുള്ള ടാലി പ്രശ്നം വന്നു. അന്ന് ഈ പറഞ്ഞ VVPAT പേപ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് അത് പരിഹരിക്കുന്ന സ്ഥിതി ഉണ്ടായത്. കംപ്ലീറ്റായി നടപ്പിലാക്കണം, അല്ലെങ്കിൽ ജനങ്ങളെ നിശ്ചയിക്കാനുള്ള അധികാരം കൊടുക്കണം. അപ്പോൾ അമേരിക്കയിൽ 27 സ്റ്റേറ്റുകളിൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക 27 സ്റ്റേറ്റുകളിൽ പരിപൂർണമായി നടപ്പിലാക്കുന്നു. 18 സ്റ്റേറ്റുകളിൽ അവർ ലോക്കൽ ബോഡീസിൽ മാത്രം മതി എന്ന് പറയുന്നു. 5 സ്റ്റേറ്റുകളിൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഇത് വേണ്ടതില്ല എന്നുള്ള തീരുമാനം പൊതുവേ കൈക്കൊള്ളുന്ന സ്ഥിതി വന്നു. അപ്പോൾ പൊതുവേ ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, ഇത് 1999 നമ്മുടെ രാജ്യത്ത് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്തുള്ള നമ്മുടെ ഈ EVM-മായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഒട്ടേറെ ആക്ഷേപങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇത് പരാജയപ്പെടുന്നവർ ഇതൊരു വലിയ ആക്ഷേപമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു. സുബ്രഹ്മണ്യ സ്വാമി ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തി. ഇപ്പം BJP ആം ആദ്മി പാർട്ടിയെ പരിഹസിക്കുമ്പോൾ ഒരു കാലത്ത് BJP ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി അങ്ങനെയുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. തുടരുക. MT രമേശ് BJP നേതാവ് ടെലിഫോണിൽ. ശ്രീ MT രമേശ്, ഇന്നലെ ഡൽഹിയുടെ നിയമസഭയ്ക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീനോട് സമാനമായ മറ്റൊരു മെഷീനിൽ ആം ആദ്മി പാർട്ടി അവകാശപ്പെടുന്നത് സാങ്കേതികമായി അത്തരത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വേറൊരു മെഷീനിൽ ഒരു ഹാക്കിംഗ് എങ്ങനെ നടത്താമെന്ന് തെളിയിച്ചു എന്ന് മാത്രമല്ല, അത് മുഴുവൻ ആളുകളെയും ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. ഫേസ്ബുക്ക് ലൈവ് അടക്കം ഉണ്ടായിരുന്നു, എല്ലാ ആളുകളും കണ്ടു കഴിഞ്ഞു. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീൻ ഏതെങ്കിലും തരത്തിൽ കളങ്കപ്പെടുത്താനാകുന്നതാണ് എന്ന് വരുന്നത് ജനങ്ങളുടെ ഈ സംവിധാനത്തിലുള്ള വിശ്വാസ്യത ഇല്ലാതാക്കുന്ന ഒന്നാണല്ലോ. അതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് അങ്ങനെ അല്ല എന്ന് ബോധിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനില്ലേ? തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നിറവേറ്റും. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ പാർട്ടികൾ കൊടുത്തിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ തെളിവ് നൽകാൻ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് അവർക്ക് സാധിച്ചില്ല. രണ്ടാമത്തെ കാര്യം, ഈ പരാതിയുടെ അടിസ്ഥാനം എന്താണ്? എന്തെങ്കിലും വസ്തുതാപരമായിട്ടാണോ പരാതി ഉള്ളത്?
നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഒരു പാർട്ടികളല്ലോ ജയിച്ചിട്ടുള്ളത്. ഇപ്പൊ നേരത്തെ ഈ ചർച്ച തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ജയിച്ചു. അന്ന് ഈ പരാതി ഉണ്ടല്ലോ. ഇപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ വോട്ടിംഗ് മെഷീൻ എല്ലാം ഉപയോഗിക്കുക. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഒരേ വോട്ടിംഗ് മെഷീൻ തന്നെയാണ്. അപ്പൊ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമത്വം വരുത്താൻ സാധിക്കുമെങ്കിൽ അന്നൊക്കെ സാധിക്കുമായിരുന്നു. അന്നൊന്നും ഉയരാത്ത ആരോപണം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്ക്. പഞ്ചാബിൽ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ത്രിപുരയിൽ ഒരു മണ്ഡലത്തിൽ CPM ജയിച്ചല്ലോ, അവിടെ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോ തെരഞ്ഞെടുപ്പിൽ ഓരോ പാർട്ടിയും ജയിക്കും, ഒരേ പാർട്ടിയല്ല ജയിക്കുന്നത്. അപ്പൊ കൃത്രിമത്വം കാണിക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ കൃത്രിമം കാണിച്ചൂടെ? അപ്പൊ ഈ പറയുന്നത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ആം ആദ്മി പാർട്ടിക്ക് ജനങ്ങളെ മുമ്പാകെ പിടിച്ചു നിൽക്കാൻ മറ്റൊന്നുമില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയപ്പോൾ കോൺഗ്രസ് ആദ്യം ഈ കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ കോൺഗ്രസിന് അതിന്റെ അബദ്ധം മനസ്സിലായി കോൺഗ്രസ് പിൻവാങ്ങി. ഇപ്പൊ ഈ കാര്യം പറയാൻ ആം ആദ്മി പാർട്ടി മാത്രമാണ്. അവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒന്നിനു പിറകെ ഒന്നായിട്ട് അഴിമതിയാണോ നടന്നിരുന്നു. ആ പാർട്ടിയുടെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുന്നു. അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു കാപട്യം മാത്രമാണ്. ഇതിന്റെ അപകടം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സിസ്റ്റത്തെ ഇല്ലാതാക്കാനാണ് ആം ആദ്മി പാർട്ടി ശ്രമിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഞാൻ അതായിരുന്നു ഈ ചർച്ചയിൽ ആദ്യം ഉന്നയിച്ചത്. ഞാൻ അങ്ങനെയൊക്കെ മടങ്ങിയെത്താം. ശ്രീ അരുൺ ജോസഫ്, അവിടെയാണ് പ്രശ്നം. ഒരു സംവിധാനത്തെ ആകെ കളങ്കപ്പെടുത്തുന്നു, സംശയത്തിന്റെ നിഴലിലാക്കുന്നു. ശരിയാണ്, ആം ആദ്മി പാർട്ടി കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടു. ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നിങ്ങൾ 3-ാം സ്ഥാനത്തായി കെട്ടിവെച്ച കാശുപോയി. MCD പോൾസ് നടന്നപ്പോൾ അവിടെയും പരാജയം നേരിട്ടു. പരാജയം നേരിടുമ്പോൾ ഒരു പാർട്ടി എന്താണ് സംഭവിച്ചത് എന്ന് സ്വയം പരിശോധിക്കുകയും ഭരണത്തിൽ തിരുത്തൽ വേണമെങ്കിൽ അത് തിരുത്തുകയും സംഘടനാപരമായി തിരുത്തൽ വേണമെങ്കിൽ അത് ചെയ്യുകയും ചെയ്യാതെ ഉടൻ ഒരു സംവിധാനത്തെ കുറ്റം പറഞ്ഞാൽ, നോക്കൂ, കഴിഞ്ഞ 60 വർഷമായിട്ടുള്ള സംവിധാനമാണ്, നിങ്ങൾ അതിനെയാണ് കളങ്കപ്പെടുത്തുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഇലക്ഷനിൽ ഞങ്ങൾക്ക് ഉണ്ടായ തിരിച്ചടികൾ, അത് അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ പോരായ്മകളും കൂടുതൽ രീതിയിൽ എങ്ങനെ പ്രവർത്തനം മെച്ചപ്പെടുത്താം എന്നുള്ളത് അത് പാർട്ടി ഇന്റർനായിട്ട് ചെയ്യുന്ന ഒരു റിവ്യൂ പ്രോസസ്സാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ EVM-ലെ ക്രമക്കേട് എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിത്തറ ഇളക്കുന്ന ഒരു കാര്യമാണ്. അത് വളരെ സിമ്പിളാണ് അഭിലാഷ്. എൻ്റെ പേര് അരുൺ ജോസഫ് എന്നല്ല, ജോൺ ജോസഫ് എന്നാണ് അഭിലാഷ് പറഞ്ഞ. എനിക്കിപ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആണെങ്കിൽ, ഞാനിപ്പോൾ ഒരു MLA മന്ത്രിയൊക്കെയാണ്, വലിയൊരു ഇഷ്യൂ ആണെങ്കിൽ എനിക്കെൻ്റെ ജനറൽ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ അത് തീരുന്ന പ്രശ്നമുള്ളൂ. ഇതേപോലെ ഈ സാധനം, ഇത് ഈ EVM-ലെ ഈ ഹാക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ 2-3 മാസമായിട്ട് ആം ആദ്മി പാർട്ടി മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്ന വിഷയം. അത് MD രമേശ് പറഞ്ഞാൽ ആം ആദ്മി പാർട്ടി മാത്രം ഉയർത്തുന്ന വിഷയമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ജ്യോതിരാദിത്യ സിന്ധ്യയും ദിഗ്വിജയ് സിംഗും അടക്കം പോയി കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. പരാജയപ്പെടുന്ന ഇടങ്ങളിൽ അത് ഉയർത്തും. അപ്പം ഞാൻ പറഞ്ഞത് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഇതിൽ സംശയ നിവാരണം ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ പറ്റിയ റെക്കോർഡുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞത്രേ ഉള്ളൂ, ഇലക്ഷൻ കമ്മീഷന് ഇതിനോടകം ഒരു പബ്ലിക് ഹാക്ക് വെച്ച് ഇതങ്ങ് അവസാനിപ്പിക്കാവുന്ന ചാപ്റ്ററേ ഉള്ളൂ. വളരെ സിമ്പിൾ. ആം ആദ്മി പാർട്ടിക്കാരെയും വേറെ ഏതെങ്കിലും ടെക്നിക്കൽ എക്സ്പെർട്സ് ഉണ്ടെങ്കിൽ, ഇൻഡിപെൻഡൻറ്റ് എക്സ്പെർട്സ് ഉണ്ടെങ്കിൽ അവരെയും വിളിച്ച് ഞാൻ പറഞ്ഞ ഒരു മാസം മുമ്പ് തന്നെ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം, ഈ ഡിബേറ്റ് ക്ലോസ് ചെയ്യാം. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അതിന് അനുവാദം തരാത്തത്, അതിന് അനുവദിക്കാത്തത് കൊണ്ടാണ്. അല്ല, അനുവദിക്കുന്നില്ല എന്ന് പറയരുത്. മുൻപ് 2009 സമാനമായ ആരോപണം നടന്നപ്പോൾ കമ്മീഷൻ ഇത് ചെയ്തു. ഇപ്പോൾ ആരോപണം വരുന്നപ്പോഴും കമ്മീഷൻ ഇത് ചെയ്യുന്നു എന്ന് അറിയിച്ചതാണ് മെയ് മാസത്തിൽ. ഈ മാസം അവസാനിച്ചിട്ടില്ലല്ലോ. രാഷ്ട്രീയ പാർട്ടികളെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് തിടുക്കം? 2006 ടെക്നോളജിക്കൽ എവാലുവേഷൻ കമ്മിറ്റി, അതൊരു ഇൻഡിപെൻഡന്റ് കമ്മിറ്റി ആയിരുന്നു, അവർ ഇത് ടാമ്പർ പ്രൂഫ് ആണ് എന്ന് പറഞ്ഞതാണ്. അതിനുശേഷം ആരോപണം വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായി. ഇപ്പോൾ ആരോപണം വരുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നു. നിങ്ങൾ അതുവരെ കാത്തിരിക്കുന്നില്ലല്ലോ. അല്ല, അവിടെയാണ് പ്രശ്നം. അതാണ് പറയുന്നത്, രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ സംശയം എസ്റ്റാബ്ലിഷ്ഡ് പൊളിറ്റിക്കൽ പാർട്ടികൾ ഉന്നയിക്കുമ്പോൾ, ഞാൻ പറയുന്നത് ഇതിനു മുമ്പ് ഒരു റിവ്യൂ നടത്തിയിരുന്നു, അല്ലെങ്കിൽ ഒരു ടെസ്റ്റിന് വിട്ടിരുന്നു, അതിൽ കുഴപ്പമില്ല എന്നുള്ളതല്ലോ പറയുന്നത്. ഇപ്പോൾ അവർ തയ്യാറാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഒറ്റ മിനിറ്റ് കംപ്ലീറ്റ്. ഞങ്ങൾക്ക് ഇത് ഡൽഹി അസംബ്ലിയിൽ ഉന്നയിക്കേണ്ടി വന്നത് പഞ്ചാബ് തെരഞ്ഞെടുപ്പും UP തെരഞ്ഞെടുപ്പിനും ശേഷം രാജ്യത്തെ മുഖ്യധാര പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും ഇതിൽ സംശയം ഉന്നയിച്ചു. ആം ആദ്മി പാർട്ടി ആ ഡിബേറ്റ് ലീഡ് ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷേ അപ്പോൾ ഇപ്പോൾ അതിനെപ്പറ്റി ഒരു സംശയം മുഖ്യധാര പ്രതിപക്ഷ പാർട്ടികൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കണമെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾക്കെതിരെ ആരോപണം മല പോലെ വരികയാണ്. അതിനെ പ്രതിരോധിക്കാൻ ഈ കാര്യം പറയാം. അതിന് മറുപടി പറയാം. ആ ആരോപണങ്ങൾ വ്യക്തമായ മറുപടിയാണ്. പക്ഷെ അതിനു മുമ്പ് ഞാൻ പറഞ്ഞ്, ഇന്നലെ മിനിങ്ങാന്ന് ഇത് ഡൽഹി അസംബ്ലിയിൽ ഉന്നയിക്കേണ്ടി വന്നതിന്റെ കാരണം ഇലക്ഷൻ കമ്മീഷൻ ഇതിന് ഡേറ്റ് ഇതുവരെയും ഫിക്സ് ചെയ്യാത്തതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ഡൽഹിയിൽ അസംബ്ലിയിൽ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടല്ലോ.
ഞങ്ങൾ ആ ഹാക്കത്തോണിൽ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ എക്സ്പേർട്സ്, ഞങ്ങൾ നിയോഗിക്കുന്ന ഞങ്ങളുടെ എക്സ്പേർട്സ് അവിടെ പോയി പ്രൂവ് ചെയ്ത് കാണിച്ചോളും. അതുവരെ ആരോപണങ്ങൾക്ക് മറുപടി പറയണോ? ഉണ്ടെങ്കിൽ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഒരു സർക്കാർ ഓഫീസിൽ, പ്രത്യേകിച്ച് ഇലക്ഷൻ കമ്മീഷൻ പോലൊരു ഓഫീസിൽ ഒരു കാര്യം തീരുമാനം എടുക്കണമെങ്കിൽ ഈ ദോശ ചുട്ടെടുക്കുന്ന പോലെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അവർക്കൊരു ഓഫീസ് പ്രൊസീജിയർ ഉണ്ട്. പല തലത്തിലും ഇന്റേണലായിട്ട് പല പെർമിഷനുകളും എടുക്കേണ്ട ആവശ്യമുണ്ട്. പല തരത്തിൽ പല ഡെലിഗേറ്റഡ്, ഇതിൻ്റെ ഡെലിഗേറ്റഡ് പറഞ്ഞിരിക്കുന്നു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും കൂടെ ഉള്ള സമിതിക്കാണ് ഇതിൻ്റെ പവർ. കാരണം എന്താ പറയുക, വളരെ തന്ത്രപ്രധാനമായ തീരുമാനം. ഇതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാൻ പറ്റൂ. ഇതിനൊക്കെ ഓരോരോ തലങ്ങളുണ്ട്. ആ തലം കഴിഞ്ഞിട്ട് ഈ മെയ് മാസം എന്ന് പറയുന്നത് മെയ് മാസം കഴിഞ്ഞിട്ടില്ല. ആ മെയ് മാസത്തിനകത്ത് അവർ വിളിക്കും. എല്ലാ പാർട്ടികളും വിളിച്ചിട്ടുണ്ടല്ലോ. പാർട്ടികൾ മാത്രമല്ല, അവരുടെ സാങ്കേതിക വിദഗ്ധരും കൂടെ ചേർന്നാണ് ഇത്തവണ വരാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന് മുന്നേ തന്നെ 2 പ്രാവശ്യം കോടതി ഇടപെട്ട കേസുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട കേസുണ്ട്. അവിടെ എല്ലാം ഇത് തെളിയിച്ചതാണ്. അപ്പോൾ ഇത് പല തരത്തിൽ ഇത് ചെക്ക് ചെയ്താണ്. പ്രായോഗികമായി ഇത് സാധ്യമല്ല എന്നുള്ളത് ഏതാണ്ട് 100%. താങ്കൾ സൂചിപ്പിച്ചു. അവിടെയാണ് ശ്രീ അരുൺ ജോസഫ് പ്രശ്നം. ഇവിടെ നിങ്ങൾ നിയമസഭയ്ക്കകത്ത് രഹസ്യമായി കാണിക്കുന്നതല്ല, ഇത് രാജ്യം മുഴുവൻ കണ്ട ഒരു സംഭവമാണ്. രാജ്യത്തെ സമ്മതിദായകൻ അവൻ വോട്ട് ചെയ്യുക എന്നുള്ള അവൻ്റെ പൗരാവകാശത്തെ ഏറ്റവും വിലമതിക്കുന്ന ഒന്നായി കാണുന്ന ആളാണ്. അയാളുടെ മുൻപിലേക്കാണ് ഇങ്ങനെ ഒരു സംശയത്തിൻ്റെ പുകമറ സൃഷ്ടിക്കുന്നത്. എന്തിനു വേണ്ടി? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മെയ് എന്ന മാസം പറഞ്ഞ് കൃത്യമായി ഇക്കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും ക്ഷണിച്ചതാണ്. അതുവരെ കാത്തു നിൽക്കാതെ നിങ്ങളൊരു സ്പെഷ്യൽ അസംബ്ലി സെഷൻ ചേർന്ന് ഇങ്ങനെ ഒരു മെഷീൻ, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മെഷീൻ അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടിംഗ് മെഷീൻ നിങ്ങൾ ഹാക്ക് ചെയ്തിട്ടില്ല, നിങ്ങളുണ്ടാക്കിയ ഒരു മെഷീൻ ഹാക്ക് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മെഷീനും പറ്റുമെന്ന് തെറ്റായ സന്ദേശം കൊടുക്കുകയാണ്. അത് എന്തിനു വേണ്ടി? ഞാൻ വീണ്ടും പറയുന്നു, ഞങ്ങൾ തെറ്റായ സന്ദേശം കൊടുത്തതല്ല. ഞങ്ങൾ അടക്കമുള്ള രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഈ ഒരു വിഷയം ഗൗരവമായിട്ട് പഞ്ചാബും UP ഇലക്ഷന് ശേഷം ഉന്നയിച്ചിരുന്നു. ഇവിടെ ഈ ടെക്നിക്കൽ എക്സ്പേർട്ട് പറഞ്ഞല്ലോ, 70-67 കിട്ടി ഞങ്ങൾ ജയിച്ചപ്പോഴായിരുന്നു ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടായിരുന്നു. പഞ്ചാബിൽ ഞങ്ങൾ ബഹുഭൂരിപക്ഷം മുന്നിൽ വരുന്നതായിരുന്നു എല്ലാ സർവേയും പറഞ്ഞത്. ഒരു സർവേ റിപ്പോർട്ട്സ് പോലും ഞങ്ങൾക്ക് 22 സീറ്റ് പ്രൊഡിക്റ്റ് ചെയ്തിരുന്നില്ല. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു സംഭവം അവിടെ ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് ആ സംശയം ഉന്നയിച്ചു. ഞങ്ങളിപ്പോഴും പറഞ്ഞത് എന്താ, ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ സംശയമുണ്ട്, ഒരു ക്ലാരിഫിക്കേഷൻ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. അല്ലാതെ ഇത് ഇവിടെ വലിയ അട്ടിമറി നടന്നതല്ല. ഞങ്ങൾ ക്ലാരിഫിക്കേഷൻ നിങ്ങൾ ചോദിക്കാറില്ല. നിങ്ങൾ ഒരു മാതൃക ഉണ്ടാക്കി, ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടിംഗ് മെഷീൻ പോലെ ഉള്ള ഒരു സാധനം ഉണ്ടാക്കി, ഒരു മാതൃക ഉണ്ടാക്കി ജനങ്ങൾക്ക് മുമ്പിൽ ഇതാ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടിംഗ് മെഷീൻ ആക്കിയതു എന്ന പ്രതീതിയാണുള്ളത്. ജനങ്ങൾ എല്ലാവരും പൂർണ്ണമായും കാര്യങ്ങൾ മനസ്സിലാക്കി ഈ സിസ്റ്റത്തെ അപകീർത്തിപ്പെടുത്തി എന്നുള്ളതാണ് നിങ്ങളുടെ കുറ്റം. ഞങ്ങൾ ഈ സിസ്റ്റത്തെ റിഫൈൻ ചെയ്യാണ് ചെയ്തത്. ഞങ്ങൾ ഈ സിസ്റ്റത്തെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഈ ഡിബേറ്റിൽ ഒറ്റ ചോദ്യം ചോദിച്ചട്ടെ, ATM ഹാക്ക് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ATM ആക്രമിച്ചാണോ ചെക്ക് ചെയ്യുന്നത്? അല്ല, ATM എങ്ങനെയാണ് ചെയ്യുന്നത്? ലൈവ് ആയിട്ടുള്ള സിസ്റ്റത്തെ നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? അത് ആരാണോ പരിപാലിക്കുന്നത് അയാളാണ് ചെക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ രാജ്യത്തെ കറൻസി ചെസ്സുകൾ, ATM അങ്ങോട്ട് സാങ്കേതിക കറൻസി ചെസ്സുകൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പരിശോധിക്കാനായിട്ട് നിങ്ങൾ അത് ഇടിച്ച് അതിനകത്ത് ഭിത്തി തുറന്ന് പരിശോധിക്കില്ല. ആരാണ് ചെയ്യേണ്ടത്? അവർ അതിന് ഡ്യൂ പ്രോസസ്സ് വഴി ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയും നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ചവരടക്കമുള്ളവർ, അവരുടെ സാങ്കേതിക പ്രവർത്തകർ അടക്കമുള്ളവരെ വിളിക്കുകയും ആ പ്രോസസ്സിലേക്ക് പോവുകയും ചെയ്യും. നിങ്ങൾക്ക് ആ പ്രോസസ്സ് നടന്നതിന് ശേഷം എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും കാണിക്കാൻ വേണ്ടത്. ഏതാണ്ട് പറയില്ല, നമ്മൾ വേവോളം ക്ഷമിച്ചാൽ നമുക്ക് 6 ഓളവും ക്ഷമിക്കാം. മറുപടി ഉണ്ട്. ഇതിൽ ഇലക്ഷൻ കമ്മീഷനുമായിട്ടുള്ള ഈ വിഷയത്തിൽ ഇതൊരു അഫക്റ്റഡ് പാർട്ടി എന്ന നിലയ്ക്കും ഈ വിഷയം ലീഡ് ചെയ്ത പാർട്ടി എന്ന നിലയ്ക്കാണ് ആം ആദ്മി പാർട്ടി ഡൽഹി അസംബ്ലിയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഇദ്ദേഹം പറഞ്ഞ ATMന്റെ കാര്യമോ കറൻസി ചെക്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഡയറക്ട്ലി അഫക്റ്റഡ് പാർട്ടിയായിട്ട് വരുന്നില്ല. അതൊരു ഇൻഡിപെൻഡന്റ് കമ്മിറ്റിക്ക് ചെയ്യാം. പക്ഷേ ആ ഇൻഡിപെൻഡന്റ് കമ്മിറ്റി ചെയ്തിട്ടും അതിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഞങ്ങളത് ചെയ്യും. ഞാൻ പറയുന്നത് നമ്മളൊരു വിഷയം ടേക്കപ്പ് ചെയ്തു, അതിന്റെ നമ്മൾ ഉന്നയിക്കുന്ന ആരോപണം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയ വേദിയിൽ നമ്മൾ ചെയ്തു. അല്ല, അത് യുക്തിഭദ്രമായി ചെയ്യണമെന്ന് അത് യുക്തിഭദ്രമായതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് മറുപടി പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപഹസിക്കപ്പെടുന്ന അവസരത്തിൽ അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യേണ്ടി വരികയാണ്. ഇത്രയും ഗൗരവകരമായ വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറച്ചുകൂടെ നേരത്തെ ഒരു വ്യാജമായ മെഷീൻ ഉണ്ടാക്കിയിട്ട് ഇത് ഹാക്ക് ചെയ്യാം, അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മെഷീൻ ഹാക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒറ്റ മിനിറ്റ്, നമ്മൾ വില്ലേജ് ഓഫീസിൽ അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കുന്ന ഈ വിഷയത്തിൽ കാത്തിരിക്കാൻ ഇന്ത്യൻ ജനസമൂഹത്തിന് താല്പര്യമില്ല. ഇത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചെയ്യാനുള്ള സംഭവം അല്ലേ? ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടിംഗ് മെഷീൻ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്, തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ളതാണ്. പക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യം ഞാൻ പറയുന്നത് ഒരു മാസം അല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വളരെ സേഫായി നിയമസഭയ്ക്കകത്ത് നടത്തുമ്പോൾ അതിന്റെ ഇമ്മ്യൂണിറ്റി ആവശ്യമുണ്ട്. നിയമസഭയ്ക്കകത്തായതുകൊണ്ട് നിയമ നടപടികൾ വരുമോ എന്ന് ഭയം വേണ്ട. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ നടത്തായിരുന്നല്ലോ, ഡൽഹി പ്രസ് ക്ലബിൽ നടത്താമായിരുന്നല്ലോ. ഇപ്പൊ നിയമസഭയുടെ ഇമ്മ്യൂണിറ്റി വേണം, ഉയരാനും പാടില്ല. മറുപടി പറയാനെന്ന് വെച്ചാൽ മതി. ആ ഇമ്മ്യൂണിറ്റി ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലത്തെ എല്ലാ അസംബ്ലികളിലും കൊടുത്തു. അതെ, നിയമസഭയിൽ ഇങ്ങനെ ഇല്ലാത്ത ഒരു യന്ത്രം ഉണ്ടാക്കി
ഒരു വ്യാജ യന്ത്രം ഉണ്ടാക്കിയിട്ട് ഇത് ടാമ്പർ പ്രൂഫ് അല്ല എന്ന് തെളിയിച്ച് ഇന്ത്യയുടെ ഇലക്ഷൻ സിസ്റ്റത്തെ ആകെ അപകീർത്തിപ്പെടുത്താൻ ആ ഇമ്മ്യൂണിറ്റിയെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം. അല്ല, രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഇത്തരം ഗൗരവവും സെൻസിറ്റീവും നമ്മൾ ഭയപ്പെടുകയും ചെയ്യേണ്ട വിഷയം വരുമ്പോൾ അവിടെ ഫിയർ ഇല്ലാതെ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലത്തെ എല്ലാ അസംബ്ലികൾക്കും ഇമ്മ്യൂണിറ്റി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന തന്നെ ഇമ്മ്യൂണിറ്റിയാണ് ദുരുപയോഗം നിങ്ങൾ പറയുന്ന അത്രമേൽ ഇതിലെന്താ നിയമവിരുദ്ധം? ഇന്ത്യൻ ഭരണഘടന തന്നെ ഇമ്മ്യൂണിറ്റി ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ യൂസ് ചെയ്തതിൽ എന്താ തെറ്റ്? അല്ല, നിങ്ങൾ അത് ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് താങ്കൾക്ക് മനസ്സിലാവാത്തതല്ലോ. അല്ല അഭിലാഷ്, ദുരുപയോഗമല്ല ഈ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അത് ആർക്കാണ് ദുരുപയോഗം തോന്നുന്നത്? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, അത് കാണുന്നവർക്കാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ ഇമ്മ്യൂണിറ്റി ദുരുപയോഗം ചെയ്തു എന്നാണ് പറയുന്നത്. ശരി ശരി, തുടരുക. ശ്രീ MT രമേശ്, ഇക്കാര്യം ഇനിയും വലിച്ചു നീട്ടാൻ പാടുള്ളതാണോ? ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അവസാനിച്ചപ്പോൾ മായാവതി ഇതേ പരാതി ഉയർത്തുകയുണ്ടായി, ആം ആദ്മി പാർട്ടി ഇതേ പരാതി ഉയർത്തുകയുണ്ടായി. മാത്രമല്ല മധ്യപ്രദേശിൽ ഒരു സംഭവം നടന്നതോടുകൂടി കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഈ പരാതി ഉയർത്തുകയുണ്ടായി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനിയിപ്പോൾ കാത്തിരിക്കേണ്ട കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ഏറ്റവും വലിയ എക്സ്പെർട്ടുകൾ ആരോ അവർ വന്ന് ഇത് ഏതെങ്കിലും തരത്തിൽ ഹാക്ക് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് തെളിയിക്കട്ടെ എന്ന നിലപാടെടുക്കാമല്ലോ. അഭിലാഷ്, രണ്ട് കാര്യങ്ങൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലും കണ്ണൂർ ജില്ലയിലും വോട്ടിംഗ് മെഷീനിൽ സമാനമായ ചില പരാതികൾ വന്നു. ആ പരാതികൾ അത് പരിശോധിക്കുകയും അത് പരിഹരിക്കുകയും ചെയ്തു. ഈ രണ്ട് പോളിംഗ് ബൂത്തിലുണ്ടായ പരാതി അടിസ്ഥാനത്തിൽ വോട്ടിംഗ് മെഷീനിൽ മുഴുവൻ ഇതുണ്ട് എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയും അന്ന് ഉന്നയിച്ചിട്ടില്ല. ഉത്തരവാദിത്ത ബോധമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും അത്തരം പരാതി ഉന്നയിക്കില്ല. കേരളത്തിൽ ആരും ഉന്നയിച്ചിട്ടില്ല. പിന്നെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പഞ്ചാബിൽ കോൺഗ്രസ് പാർട്ടി പരസ്യമായിട്ട് പറഞ്ഞല്ലോ, അന്നത്തെ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് ഒരു സംശയമില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞല്ലോ. വീരപ്പ മൊയ്ലി എന്ന പഴയ നിയമകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹം പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വോട്ടിംഗ് മെഷീനെ സംബന്ധിച്ച് പരാതിയില്ല. അപ്പൊ കോൺഗ്രസ് പുറകോട്ട് പോയി. ആം ആദ്മി പാർട്ടിയുടെ പ്രശ്നം എന്താണ്? ഇവർ പറഞ്ഞു വോട്ടിംഗ് മെഷീൻ തകരാറുണ്ട്. പിന്നെ എന്തിനാ ഇവർ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പോയത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണല്ലോ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ തകരാറിലായിട്ടുള്ള വോട്ടിംഗ് മെഷീൻ അനുസരിച്ച് എന്തിനാ ഇവർ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി പോയി? ആ തെരഞ്ഞെടുപ്പ് ആം ആദ്മി പാർട്ടി ജയിച്ചു എന്നിരിക്കട്ടെ, ഇവർ വോട്ടിംഗ് മെഷീൻ കുഴപ്പമാണെന്ന് പറയായിരുന്നു. തോറ്റുപോയിട്ടല്ലേ പറയുന്നത്, ജയിക്കാനാണല്ലോ ഇവിടെ മത്സരിച്ചത്. ഇവർ ജയിക്കുമെന്നായിരുന്നല്ലോ പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ട് ജയിച്ചിരുന്നെങ്കിൽ ഇത് പറയില്ലായിരുന്നു. ഇത് തോറ്റവന്റെ കളിയാണ്. മാന്യമായിട്ട് തോൽവി അംഗീകരിക്കണം. ഈ തോൽക്കുന്നവൻ നെഞ്ചിത്തലച്ച് നിലവിളിച്ചത് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആം ആദ്മി പാർട്ടി തോറ്റുപോയി. ജയിക്കാൻ മറ്റു വല്ല വഴിയുമുണ്ടോ എന്ന് ആം ആദ്മി പാർട്ടി നോക്കുക, അല്ലാതെ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യം. ശരി, അതാണ് താങ്കളുടെ നിലപാട്. ശ്രീ മുഹമ്മദ് റിയാസ്, ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം BJPക്ക് വോട്ട് വീഴുന്നു എന്നുള്ളതാണ് ആരോപണം. BJPയെ പ്രതിപക്ഷ കക്ഷികൾ ഓരോരോ പാർട്ടികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയമായി പരാജയപ്പെടുത്തേണ്ടതാണ്. അതിനാണ് സ്വാഭാവികമായും ശ്രമിക്കേണ്ടത്. അതിനപ്പുറത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ രാഷ്ട്രീയമായി ഞങ്ങൾക്ക് പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതിന് തുറന്നു പറച്ചിൽ കൂടിയാകും. അങ്ങനെ ഒരു അബദ്ധം രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കാൻ പാടുണ്ടോ? അല്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഞങ്ങൾക്ക് എന്തായാലും അങ്ങനെ ഒരു അഭിപ്രായം ഞങ്ങൾ പറയാൻ തയ്യാറല്ല, പറഞ്ഞിട്ടുമില്ല. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചതിനെ കുറിച്ച് കൃത്യമായ നിലപാട് ഞങ്ങൾക്കുണ്ട്. അത് വോട്ടിംഗ് മെഷീൻ്റെ തകരാറ് ആണ് എന്നുള്ള അഭിപ്രായം ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല, പറയുകയില്ല. അത് BJP അങ്ങനെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. രണ്ടാം UPA ഗവൺമെൻറ് 2009 ജയിച്ചപ്പോൾ BJP അത് പറഞ്ഞിട്ടുണ്ട്. ഇതേ MT രമേശിൻ്റെ പാർട്ടി അത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എവിടെയും ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. ഉത്തർപ്രദേശിൽ BJP ജയിക്കാൻ കാരണം അവിടെ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട അജണ്ട സെറ്റ് ചെയ്തത് BJP സംഘപരിവാർ ആഗ്രഹിച്ച അജണ്ടയാണ്. ഇപ്പോൾ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് വല്ലാതെ പോകുന്നില്ല. അവിടെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്തില്ല. ഞങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കണം. 1000-ൻ്റെയും 500-ൻ്റെയും നോട്ട് നിരോധനം ഒരു ചെറിയ ക്യാമ്പയിൻ പോലുമായി അവിടെ SP-ക്കോ BSP-ക്കോ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇനി ആം ആദ്മി പാർട്ടി പരിശോധിക്കേണ്ട കാര്യമുണ്ടല്ലോ. ആം ആദ്മി പാർട്ടി വൈകാരികമായി ഈ വിഷയങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് എത്ര കാലം പോകാൻ വേണ്ടി പറ്റും? രാഷ്ട്രീയത്തിൽ കൃത്യമായൊരു നിലപാട് വേണ്ടേ? ഇന്ന് രാജ്യത്തെ സർക്കാർ പിന്തുടരുന്ന നയം, നേരത്തെ കോൺഗ്രസ് പിന്തുടർന്നു, ഇപ്പോൾ BJP പിന്തുടരുന്ന നയമാണ് പ്രശ്നം. ആ നയം ചർച്ച ചെയ്യപ്പെടണം. ആ നയം ചർച്ച ചെയ്യപ്പെടാതിരിക്കാനാണ് ഈ മതവർഗീയതയും മറ്റ് വംശീയതയും ജാതീയതയും ഒക്കെ വളരെ ബോധപൂർവ്വം സംഘപരിവാറും RSSും BJPയും കൊണ്ടുവരുന്നത്. അപ്പോൾ ആ അജണ്ടയുടെ പിന്നാലെ നമ്മൾ ഓടിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ പ്രദാനം ചെയ്യുന്ന ഞങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വർഗീയതക്കെതിരെയുള്ള സമരം ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സമരത്തിൻ്റെ മുകളിലേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ വർഗീയത പോലും ഇന്നത്തെ ജനവിരുദ്ധ നയത്തിൻ്റെ വക്താക്കളുടെ ഉപോൽപ്പന്നമാണ്. അപ്പോൾ വർഗീയതക്കെതിരെയുള്ള സമരം ഇതുവഴി കോർത്തിണക്കാൻ ഉത്തർപ്രദേശിൽ സാധിക്കാതെ പോയതാണ് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് പ്രശ്നം.
വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും കർഷകാത്മഹത്യയൊക്കെ ചർച്ച ചെയ്ത് ആർക്കാ വർഗീയതയെക്കുറിച്ച് ചിന്തിക്കാൻ നേരം ഉണ്ടാവുക? അപ്പോൾ അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കുക എന്നുള്ളതാണ് സംഘപരിവാറിൻ്റെ അജണ്ട. ആ അജണ്ട വിജയിച്ചു. അതാണ് UP കണ്ടത്. അത് ചർച്ച ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തം. അത് പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. ഇതിന് പകരം നമ്മൾ EVM-നെ കുറച്ച് ചീത്ത പറയുകയോ അല്ലെങ്കിൽ മറ്റൊന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ EVM നമ്മൾ പരിശോധിച്ച് ഒരുപാട് മാൻ പവർ ഉണ്ട്. അത് പോലീസിൻ്റെ ഒരുപാട് പോലീസുകാർ, വ്യക്തിപരമായി പോലീസുകാർ, പട്ടാളം, പിന്നെ ബൂത്ത് ഏജൻറ്റുമാർ, വോട്ടർമാർ, ഇവരെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് ഒരേപോലെ ഇങ്ങനൊരു കബളിപ്പിക്കൽ നടത്താൻ പറ്റുമോ? ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞുതരാം. കോൺസ്റ്റിറ്റ്യുവൻസി ബേസിൽ നമ്മൾ മത്സരാർത്ഥികൾ അല്ലെങ്കിൽ പാർട്ടിയുടെ ഇത് വരാറുണ്ട്, പേര് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ സീലിംഗ് നമ്പർ എത്രയാണ് ഓരോ മണ്ഡലത്തിൽ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പ്രത്യേക നമ്പർ വെച്ചടിച്ചാൽ ഓരോ മണ്ഡലത്തിലും അത് വ്യത്യസ്തമാകും. അപ്പോൾ ഈ ആം ആദ്മി പറയുന്ന ഈ വാദം തെറ്റാണെന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതോടൊപ്പം ഇന്ത്യൻ ജനാധിപത്യത്തിന് പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നമ്മുടെ അയൽ രാജ്യങ്ങൾ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ഒന്നും കാണാത്ത രീതിയിലേക്ക് ഈ ജനാധിപത്യത്തിലെ പല രീതികളുണ്ട്. അതിൽ ഒന്നാണ് തെരഞ്ഞെടുപ്പ്, വേറൊന്ന് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, അതിപ്പോൾ രാജ്യത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. വേറൊന്ന് സംഘം ചേരലാണ്, അതിപ്പോൾ രാജ്യത്ത് അനുവദിക്കുന്നില്ല. പിന്നെ അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട ഇന്ത്യൻ ജനാധിപത്യത്തിലെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇലക്ഷൻ. നേരത്തെ MT രമേശ് പറഞ്ഞ ആ സിസ്റ്റം, ആ ഇലക്ഷൻ്റെ മറ്റു പല ജനാധിപത്യ അവകാശങ്ങളും നിഷേധിക്കപ്പെടുമ്പോൾ ഈ ജനാധിപത്യ സംവിധാനം ചോദ്യം ചെയ്യപ്പെടുന്നത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇതുപോലുള്ളൊരു ചോദ്യം ചെയ്യപ്പെടലിന് കാരണമാവുന്നത്. അങ്ങനെ ഒരു ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെട്ട് വരുന്നത് കൊണ്ടാണ് ഞങ്ങൾ VVPAT വേണമെന്നുള്ള അഭിപ്രായം. ശരി, താങ്കൾ അത് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ ശ്രീ VK ആദർശ് ഈ പറയുന്ന വോട്ടർ വെരിഫയൽ പേപ്പർ ഓഡിറ്റ് സിസ്റ്റം അത് തന്നെ ഇക്കാര്യത്തിൽ സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുമെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അത്തരത്തിലുള്ള മെഷീനുകൾക്കാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഴുവനായി പറ്റില്ലെങ്കിൽ പോലും ഒരു വലിയ വിഭാഗം EVM-കൾ ഇത്തരത്തിലായിരിക്കും. ഇങ്ങനെ ഈ VVPAT-യുമായി രണ്ടും സെയിം ആണ്, മാച്ചാണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണോ ഇനിയിപ്പോൾ ഇത് ടാമ്പർ പ്രൂഫാണെന്ന് തെളിയിക്കാനുള്ള വഴി? അല്ല, ഇത് മാത്രമാണ്. ഇപ്പോൾ VVPAT വരുന്നതോടുകൂടി നമുക്ക് ഫിസിക്കലായിട്ട് കൂടെ കൗണ്ട് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ അത് പിന്നെ പ്രത്യേകിച്ചൊരു പെട്ടിയിലേക്ക് പോയി കിടക്കുന്ന നമുക്ക് വേണമെങ്കിൽ എണ്ണി നോക്കാം. അതുവഴി നമുക്ക് ആക്ഷേപം ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഒരു കാരണവശാലും അതിനകത്ത് ഒരു ആക്ഷേപത്തിനുള്ള ഒരു ചെറിയ സാധ്യത പോലും അവിടെ ഇല്ലാതാവും. പക്ഷേ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ആദ്യം ലോക്സഭാ ഇലക്ഷൻ നടന്നല്ലോ, ഡൽഹിയിൽ മുഴുവൻ സീറ്റും പിടിച്ച BJP ആയിരുന്നു. ഏതാനും മാസങ്ങൾക്ക് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 95% സീറ്റും പിടിച്ച ആം ആദ്മി പാർട്ടിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അവിടെ BJP-യുടെ വോട്ട് ശതമാനം കാര്യമായി മാറിയില്ല. നമുക്ക് തന്നെ അറിയാം, കാര്യമായി വോട്ട് ശതമാനം മാറാഞ്ഞിട്ട് പോലും അവർക്ക് കിട്ടിയത് കേവലം 3 സീറ്റ് മാത്രമാണ് നിയമസഭ. പക്ഷേ നേരത്തെ അവർക്ക് കിട്ടിയത് മുഴുവൻ സീറ്റ്, 100% സീറ്റ് അവർക്കായിരുന്നു. ഇത്തരത്തിലുള്ള മാറ്റം വരുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. കാരണം ഈ മൾട്ടി പാർട്ടികൾ മത്സരിക്കുമ്പോൾ ഒരാൾക്ക് 50% വോട്ട് പോലും വേണ്ട, ഒരു 30-32% വരുന്നവർക്കും വരാം. ഇനി UP-ലേക്ക് വന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്ഷേപം കേൾക്കുന്നത് UP-ലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന BJP-യുടെ മൊത്തം വോട്ടും ഇത്തവണത്തെ വോട്ടും തമ്മിലും കാര്യമായ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ പറഞ്ഞ പല കക്ഷി പാർട്ടികൾ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 3%, 4% സ്വിങ് നടന്നാൽ പോലും ആ സ്വിങ്ങിനേക്കാളും നേർ വിപരീത ദിശയിലായിരിക്കും ചിലപ്പോൾ സീറ്റിൻ്റെ എണ്ണം മാറുന്നത്. 4% വോട്ട് കൊണ്ട് ചിലപ്പോൾ മാറുന്നത് ചിലപ്പോൾ ഒരു 30-40% സീറ്റ് ചിലപ്പോൾ ഇങ്ങോട്ട് മാറാം. ഇത് കണ്ടിട്ട് ഇത് വോട്ടിംഗ് മെഷീൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നിങ്ങൾ ഇതേ അനാലിസിസ് പേപ്പർ ബാലറ്റ് കാലഘട്ടത്തിൽ നടത്തി നോക്കിയാലും ഇതേ റിസൾട്ട് കിട്ടിയത്. ഉദാഹരണത്തിന് ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ രാജീവ് ഗാന്ധി പിന്നീട് അധികാരത്തിൽ വന്ന സമയത്ത് വലിയൊരു മാസിക് മൂവ്മെന്റ് അവർക്ക് വർക്കൗട്ട് ആവും. ശരി, അതാണ് ശ്രീ അരുൺ ജോസഫ്. ഒരു പരാജയം ഉണ്ടാകുമ്പോൾ അതിന്റെ രാഷ്ട്രീയം പരിശോധിക്കുക എന്നുള്ളത് സ്വാഭാവികമാണല്ലോ. ഞാൻ അങ്ങേക്ക് മടങ്ങിയെത്താം. ശ്രീ മുഹമ്മദ് റിയാസ്, എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനുള്ള ഒരു പക്വത കാണിക്കാത്തത്? ആം ആദ്മി പാർട്ടി ഒരു ആൾക്കൂട്ടമാണ് എന്ന് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന ആളാണ് അരവിന്ദ് കെജ്രിവാൾ 2 കോടി രൂപ വാങ്ങിയെന്ന അഴിമതി ആരോപണം ഉന്നയിച്ച് ഇപ്പോൾ നിരാഹാര സമരം നടത്തുന്നത്. നോക്കൂ, അതേമാതിരി ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ തന്നെ പേർക്ക് ഇന്നിപ്പോൾ ഒരു അഴിമതി ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ്. വെറും ഒരു ആൾക്കൂട്ടമാണ്. ഡൽഹിയിലെ ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോയി, ജനങ്ങൾ തെറ്റിപ്പോയി എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഇതിന് മറുപടി പറയാം. ആദ്യം ജസ്റ്റ് ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞോട്ടെ. ഞങ്ങൾക്കുണ്ടായ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ ഉത്തരമായിട്ടല്ല ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനിൽ ഈ വിഷയം ഉന്നയിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞുല്ലോ, ഇതൊരു ഇൻഡിപെൻഡൻറ്റ് വിഷയമായിട്ട് ഉന്നയിക്കുന്നത്. അത് ഞങ്ങൾക്ക് പറയാൻ പ്രേരണ നൽകിയത് ഞങ്ങൾക്കുണ്ടായ സീറ്റിലെ കുറവുകളാണ്. അത് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ ഞങ്ങൾ തോറ്റത് അതുകൊണ്ടാണെന്നോ അല്ലെങ്കിൽ അതുമായിട്ട് ക്ലബ് ചെയ്തല്ല ഞങ്ങൾ ഈ വിഷയം ഉന്നയിക്കുന്നത്. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിത്തറ എന്ന നിലയ്ക്ക് ക്ലാരിഫിക്കേഷൻ വേണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. മെയ് 12 സംഭവിക്കുമല്ലോ, ക്ലാരിഫിക്കേഷൻ അവിടെ ഹാക്കത്തോൺ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളിൽ മറുപടി പറയാം. രണ്ടാമത്തെ കാര്യം, ഒരു മന്ത്രി ആരോപണം ഉന്നയിച്ചു. നിങ്ങളിപ്പോൾ വളരെ കാര്യമായി കൊട്ടിക്കൊഴിച്ച് പറയുന്നുണ്ടല്ലോ എല്ലാം തകർന്നടിഞ്ഞു എന്ന്. എന്താണ് തകർന്നത്?
എവിടെയാ തരുന്നത്, ആർക്കെന്താ തരുന്നത്? ഈ ആരോപണത്തിന് എന്തെങ്കിലും കഴമ്പുണ്ടോ? ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം അഭിലാഷ്, ഇതിലൊരു കഴമ്പില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഓഫീസ് CBI റെയ്ഡ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേര് പറഞ്ഞു. ഇതേ CBIക്കും സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിലുള്ള ACBക്കും ആൻറ്റി കറപ്ഷൻ ബ്യൂറോയ്ക്കും ഇപ്പോൾ വേണമെങ്കിലും അരവിന്ദ് കെജ്രിവാളിൻ്റെ ഓഫീസ്, സത്യേന്ദ്ര ജെയിൻ്റെ ഓഫീസ്, ഞാൻ പറയുന്നത് 2 കോടി രൂപ കൈമാറി എന്നാണ് പറയുന്നത്. സത്യേന്ദ്ര ജെയിൻ എന്ന് പറഞ്ഞ ഒരു മിനിസ്റ്റർ അരവിന്ദ് കെജ്രിവാളിന് 2 കോടി രൂപ കൈമാറി. ആ CCTV എല്ലാം അവിടെ ഇരിപ്പുണ്ട്. അരവിന്ദ് കെജ്രിവാളിൻ്റെ ഓഫീസ് മൊത്തം CCTV വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ അത് സീസ് ചെയ്ത് മകസറെടുത്ത് ഇതെല്ലാം ചെയ്യാവുന്ന കാര്യമാണ്. എന്തുകൊണ്ട് ഇത്ര സമയമായിട്ടും ഡൽഹിയിലെ CBIയോ ACBയോ ഇത് ചെയ്യുന്നില്ല? അത് ഈ കപിൽ മിശ്ര കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. അല്ല, അത് ശരി, അഴിമതി ആരോപണം തെളിയിക്കപ്പെടട്ടെ. ഞാനിപ്പോൾ അഴിമതിക്കാരനാണ് കെജ്രിവാൾ എന്ന് ആരോപിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ആരോപിക്കുന്നത് വെറും ഒരു ആൾക്കൂട്ടമാണ് ആം ആദ്മി പാർട്ടി എന്നുള്ളതാണ്. സത്യേന്ദ്ര ജെയിൻ എന്നുള്ള നിങ്ങളുടെ മന്ത്രിക്കെതിരെയും അരവിന്ദ് കെജ്രിവാൾ എന്നുള്ള മുഖ്യമന്ത്രിക്കെതിരെയും ആരോപണം ഉന്നയിക്കുന്നത് കപിൽ മിശ്ര എന്ന നിങ്ങളുടെ തന്നെ നേതാവാണ്. ഈ പാർട്ടി എന്നുള്ളത് ഒരു പാർട്ടിയായി മാറിയിട്ടില്ല. ഇത്തരത്തിലുള്ള എത്രാമത്തെ സംഭവമാണെന്ന് ഓർക്കണം. അരവിന്ദ് കെജ്രിവാൾ എന്ന നേതാവ് ആ പാർട്ടിയിൽ ക്രിയാത്മകമായി നിർദ്ദേശം നൽകാൻ കഴിയുന്ന ആളുകളെയും വിമർശനങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്ന ആളുകളെയും ഒക്കെ ഒഴിവാക്കിവിട്ട് അവസരവാദികളായ ഒരാൾക്കൂട്ടത്തെ ഒരു പാർട്ടിയാക്കി മാറ്റിയതിൻ്റെ ദുരന്ത ഫലമല്ലേ ഇത്? ഒരിക്കലുമല്ല. ഏത് പൊളിറ്റിക്കൽ പാർട്ടിയും ഏത് പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലും ഡിസൻ്റ് ഉണ്ടാവും. യോജിച്ച് പോകാത്ത ആൾക്കാരെ മാറ്റും. അമേരിക്കൻ പ്രസിഡന്റ് FBI ഡയറക്ടറെ ഇന്നലെ റീപ്ലേസ് ചെയ്തില്ലേ? ഇന്ത്യയിൽ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണ് അത് ആ പാർട്ടി ഫോം ചെയ്ത് അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാവരും സംരക്ഷിച്ച് നിർത്തി ഏത് പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട്? BJP ആൾക്കാർ സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടില്ലേ? കോൺഗ്രസിന് സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടില്ലേ? CPM സ്പ്ലിറ്റ് ചെയ്തല്ലേ CPI ഉണ്ടായിരിക്കുന്നത്? CPI സ്പ്ലിറ്റ് ചെയ്താണ് CPM ഉണ്ടായിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കൂട്ടം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊളിറ്റിക്കൽ മൂവ്മെന്റിൽ നിന്നാണ് മിക്ക രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവുന്നത്. പൊളിറ്റിക്കൽ മൂവ്മെന്റിൽ നിന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടി വന്നത്. അതൊരു പാർട്ടിയുടെ എസ്റ്റാബ്ലിഷ്. ശരി. ശ്രീ MT രമേശ്, എന്തുകൊണ്ടാണ് ഡൽഹി ഭരിക്കുന്ന പാർട്ടി ഇത്രയധികം പ്രശ്നങ്ങൾ നേരിടുന്നത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഭരിക്കാൻ തുടങ്ങുന്ന വേളയിൽ തന്നെ അധികാര തർക്കം ഉണ്ടായിരുന്നു. ലഫ്റ്റനന്റ് ഗവർണർ സർക്കാർ പറയുന്നത് കേൾക്കാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തുടക്കം, അതിനുശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ ആ പാർട്ടിയിലെ തന്നെ പല ആളുകൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഈ ആരോപണങ്ങളൊക്കെ ശരിയാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് തെളിയിക്കപ്പെടേണ്ടതാണ്. ഞാൻ ചോദിക്കുന്നത് അതല്ല. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ഭരിക്കുന്നതിൽ BJPക്കുള്ള കടുത്ത അസഹിഷ്ണുത അവരുടെ പാർട്ടിയിൽ തന്നെ ആളുകളെ അടർത്തിയെടുക്കാനും ആ പ്രശ്നങ്ങൾ മൂർച്ഛിപ്പിക്കാനും ഒക്കെയുള്ള നിങ്ങളുടെ ശ്രമമായി മാറുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ അതിന് നിന്നുകൊടുക്കലാണോ ആം ആദ്മി പാർട്ടിയുടെ ജോലി? ആം ആദ്മി പാർട്ടി ഒരു വ്യത്യസ്തതയുള്ള പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. ഞങ്ങൾ അന്നേ പറഞ്ഞു ഇത് വെറും കടലാസ് ഗോപുരം മാത്രമാണ് ഞങ്ങൾ പറഞ്ഞിരുന്നു. കാരണം കേൾക്കാം, അദ്ദേഹത്തിന്റെ ഫോൺ കട്ടായി എന്ന് തോന്നുന്നു. മടങ്ങെത്താൻ ഞാൻ താങ്കളിലേക്ക്. ശ്രീ മുഹമ്മദ് റിയാസ്, ആം ആദ്മി പാർട്ടി എന്ന പാർട്ടി BJPയെ നേരിടുന്ന ഒരു പാർട്ടിയാണ്. അവരെ അങ്ങനെ കുറച്ച് കാണേണ്ട. നേരിട്ട ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നു. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി സ്വന്തമായി അധികാരത്തിൽ വന്നു. പഞ്ചാബ് നിയമസഭയിലേക്ക് നോക്കൂ, അവർ അവിടെ പാർട്ടി എന്നുള്ള നിലയിൽ ഫൈറ്റ് ചെയ്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പിലാണ് 22 സീറ്റ് നേടിയിട്ടുള്ളത്. അങ്ങനെ BJPയെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയായി വന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിലാണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അഴിമതി ആരോപണങ്ങൾ നേരിടുക മാത്രമല്ല, പലതരത്തിൽ ശ്വാസം മുട്ടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രതിപക്ഷ പാർട്ടിയെ പലവിധേന ഇല്ലാതാക്കാനുള്ള പദ്ധതി, അവരുടെ സമീപനം എത്രമേൽ അപക്വമാണെങ്കിലും അതിലുണ്ടാകാമല്ലോ. CPIM അടക്കമുള്ള പാർട്ടികൾ ഇക്കാര്യത്തിൽ ആരുടെ പക്ഷത്താണ്? അല്ല, ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനം അപകടകരമായ രീതിയിലേക്ക് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം പോകുന്നുണ്ട്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ RSS റിമോട്ട് കൺട്രോൾ ചലിപ്പിക്കുന്ന സർക്കാരിൻ്റെ രാഷ്ട്രീയത്തിന് അനുകൂലമായി നിൽക്കാത്ത സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കെതിരെ ജനാധിപത്യത്തിന് അപമാനകരമായ നിലപാടാണ് നരേന്ദ്രമോദി സർക്കാർ കൈക്കൊള്ളുന്നത്. അത് കേരളത്തിലെ സർക്കാരിനോട് കാണുന്നുണ്ട്, ത്രിപുരയിൽ കാണുന്നുണ്ട്, ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി സർക്കാരിനോട് തുടർച്ചയായി ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. കേരളത്തിലൊരു മുഖ്യമന്ത്രിക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയപ്പോൾ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ അംഗീകരിക്കുക തന്നെ ചെയ്യുന്നു. ഇന്ത്യയിൽ ജനാധിപത്യം അപകടകരമായൊരു പൊസിഷനിലാണ്, ഒരു തർക്കമില്ല. അപകടകരമായൊരു പൊസിഷനിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ ഇടപെട്ടപ്പോൾ അഭിലാഷ് പിന്നീട് പറയാമെന്ന് പറഞ്ഞൊരു വിഷയം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എക്സ്പെർട്ട് എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള വ്യക്തി ഇവിടെ പറഞ്ഞല്ലോ, വോട്ടിംഗ് പെർസെൻറ്റേജും സീറ്റും തമ്മിലുള്ള അന്തരത്തിൻ്റെ പ്രശ്നം. ഈ പ്രശ്നം വളരെ ഗൗരവത്തിൽ അഡ്രസ്സ് ചെയ്തൊരു പ്രസ്ഥാനമാണ് CPIM. അതിൻ്റെ ഭാഗമായി CPIM പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ BJPക്ക് പാർലമെൻറ്റിൽ കേവല ഭൂരിപക്ഷം കിട്ടി. പക്ഷേ BJP കിട്ടിയ വോട്ടിംഗ് പെർസെൻറ്റേജ് 31%. ഇന്ത്യയിലെ മൊത്തം പാർലമെൻറ്റിലെ 543 സീറ്റിൻ്റെ 31% സീറ്റ് പരിശോധിച്ചാൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാകില്ല. 31% വോട്ട് കിട്ടിയ BJPക്ക് 54%-ത്തിലധികം സീറ്റ് പാർലമെൻറ്റിൽ കിട്ടി എന്നുള്ളത്
നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇവിടെയാണ് CPIM ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുന്നത്. നേരത്തെ BJP ഞങ്ങളെ ഇതിനെ അനുകൂലിച്ചിരുന്നു. അതെന്താണ്? പ്രാതിനിധ്യ സ്വഭാവത്തിൽ പീപ്പിൾസ് പാർട്ടിസിപ്പേറ്ററി രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പല രാജ്യങ്ങളിലും നടക്കുന്നു. പല രാഷ്ട്രീയ പാർട്ടികളും മത്സരിക്കുന്നു. അവർക്ക് കിട്ടുന്ന ശതമാനം, ആ ശതമാനത്തിനനുസരിച്ച് സീറ്റുകൾ എന്നുള്ള നിലയിൽ പരിശോധിച്ച് ചർച്ച ചെയ്ത് ഇന്ത്യ പോലെ ഈ ലോകത്തെ ഏറ്റവും വലിയൊരു ജനാധിപത്യ സംവിധാനത്തിൽ എന്തുകൊണ്ട് മാറ്റം വരുത്തിക്കൂടാ എന്ന ചോദ്യം ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇത് BJP മോഡി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് BJPയും ഇതേ അഭിപ്രായം പറഞ്ഞവരാണ്. ഇന്ന് BJP അതിനകത്ത് നിലപാട് പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പല മാറ്റങ്ങളും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പിൽ വരുത്തണം. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് പ്രധാന ഉത്തരവാദിത്തമായി കാണേണ്ടത്. അതോടൊപ്പം നമ്മൾ പരിശോധിക്കേണ്ട കാര്യം എന്താ? ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് വിമർശനം നടത്തുന്നതിനെ പ്രതിരോധിക്കാൻ BJPക്ക് എന്താണ് റൈറ്റ് ഉള്ളത്? BJPയുടെ സുബ്രഹ്മണ്യ സ്വാമി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മുടെ മുമ്പിലുണ്ട്. BJP തന്നെ ഇതിലെടുത്തിട്ടുള്ള സമീപനമുണ്ട്. ഇപ്പോൾ ശ്രീ MT രമേശ് ത്രിപുരയെക്കുറിച്ച് പറഞ്ഞല്ലോ. ത്രിപുരയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ത്രിപുരയിൽ ഇനി സമാനമായൊരു പ്രശ്നം ഉണ്ടായ സമയത്ത് CPIMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കത്ത് എഴുതി. സഖാവ് സീതാറാം യെച്ചൂരി ആം ആദ്മി പാർട്ടിയുടെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങിയെത്തിയാൽ ശ്രീ MT രമേശ്, ഇതുപോലെ ഒരു സർക്കാരിനെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ വേറെ ഉണ്ടാകുമോ? അവിടെ പോലീസിന്റെ ഭരണം കേന്ദ്ര സർക്കാരിനാണ്. ലഫ്റ്റനന്റ് ഗവർണർ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായി വായിക്കാവുന്ന ആളാണ്, അല്ലെങ്കിൽ അങ്ങനെ കാണാവുന്ന ആളാണ്. അധികാരം ഏറ്റത് മുതൽ ആ അധികാരം പൂർണ്ണമായും വിനിയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഡൽഹി ഒരു പൂർണ്ണ സംസ്ഥാനമല്ല എന്നുള്ള തിരിച്ചറിവിൽ തന്നെയാണ് പറയുന്നത്. പക്ഷേ മുൻ മുഖ്യമന്ത്രിമാർക്ക് ഉണ്ടായതിൻ്റെ പകുതി സ്വാതന്ത്ര്യം പോലും അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല എന്ന് മാത്രമല്ല, CBI അതുപോലെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ വിഭാഗങ്ങൾ ഇത്രമേൽ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടാകുമോ? അപ്പോൾ ഇത് പലതരത്തിൽ വളർന്നു വരുന്ന ഒരു പാർട്ടി, അല്ലെങ്കിൽ BJPക്ക് അലോസരം ഉണ്ടാക്കുന്ന ഒരു പാർട്ടിയെ പലതരത്തിൽ ഛിന്ന ഭിന്നമാക്കാനുള്ള ശ്രമങ്ങൾ ഇതിന്റെ ഭാഗമായി ഉണ്ടാകാമല്ലോ. അല്ല അഭിലാഷേ, ഞാൻ നേരത്തെ പണ്ട് എനിക്ക് തോന്നുന്നു കട്ടായിപ്പ് നിങ്ങൾ കേട്ടില്ല. ഇവിടെ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരത്തിൽ വന്നപ്പോ ഡൽഹിയിലാണ് അവർ അധികാരത്തിൽ വന്നത് എന്നുള്ള ബോധം അരവിന്ദ് കെജ്രിവാളിന് ഉണ്ടാകണമായിരുന്നു. കാരണം ഡൽഹിയിലെ പരിമിതികളുണ്ട് സംസ്ഥാന സർക്കാരിന്. ആ പരിമിതികൾ മനസ്സിലാക്കി ഭരിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. അതിനു പകരം ഇല്ലാത്ത അധികാരങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലഫ്റ്റനന്റ് ഗവർണർക്കെതിരായിട്ട് കുതിര കയറിയിട്ടെന്താ കാര്യം? ലഫ്റ്റനന്റ് ഗവർണർ നിയമപരമായ കാര്യങ്ങളായിരുന്നു സുപ്രീം കോടതി ചോദ്യം ചെയ്തിട്ട് ഇവർ പരാജയപ്പെട്ടു പോയല്ലോ. അപ്പോ രാജ്യത്തൊരു നിയമമുണ്ട്, ആ നിയമത്തിനടുക്കാർക്ക് പ്രവർത്തിക്കാൻ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയായി പോയി എന്നുള്ളത് കൊണ്ട് നിയമം മാറ്റാൻ പറ്റുമോ? ഷീലാ ദീക്ഷിത് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നല്ലോ. അപ്പോ ഡൽഹി മുഖ്യമന്ത്രിക്ക് പരിമിതികളുണ്ട്. അദ്ദേഹത്തിന് സർവാധികാരങ്ങൾ വേണമെങ്കിൽ വേറെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാകണമായിരുന്നു. ഡൽഹി സംസ്ഥാന മുഖ്യമന്ത്രിക്കുള്ള പരിമിതമായിട്ടുള്ള അധികാരങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കൂ. ഇത് രാജ്യത്തുള്ള നിയമമാണ്. BJP കൊണ്ടുവന്ന കാര്യമൊന്നുമല്ല, എല്ലാ കാലത്തും ഉള്ളതാണ്. ഇനി ആം ആദ്മി പാർട്ടിയുടെ ദൗർബല്യം ഞങ്ങൾ ഉണ്ടാക്കിയതാണോ? ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ, അരവിന്ദ് കെജ്രിവാളിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരായിരുന്നു യോഗേന്ദ്ര യാവും പ്രശാന്ത് ഭൂഷണും. എങ്ങനെയാണ് അവർ അരവിന്ദ് കെജ്രിവാളിനോട് ഗുഡ് ബൈ പറഞ്ഞു പോയത്? BJP ആണോ കാരണക്കാര്? അല്ലല്ലോ. അരവിന്ദ് കെജ്രിവാളിന്റെ എറഗൻസ് എന്നാണ് പ്രശാന്ത് ഭൂഷണും യോഗേന്ദ്ര യാദവും പറഞ്ഞത്. ആ എറഗൻസ് കൊണ്ടും അഴിമതി കൊണ്ട് ആരോപണം കൊണ്ടും അവർ വിട്ടുപോയി. അരവിന്ദ് കെജ്രിവാളിന്റെ ഏറ്റവും സ്വന്തക്കാരായിരുന്ന പഞ്ചാബിലെ 2 MPമാർ എന്താണ് ആം ആദ്മി പാർട്ടിയോട് കലഹിച്ചു പോയത്? അത് ആം ആദ്മി പാർട്ടിയുടെ കുഴപ്പം. ആം ആദ്മി പാർട്ടിയിലെ നേതാക്കന്മാർ പരസ്യമായി രംഗത്ത് വരുന്നതാണ് അവരുടെ കുഴപ്പം. ഇതിലൊക്കെ നിങ്ങൾ BJP കുറ്റപ്പെടുത്തുന്ന കാര്യം. ഏറ്റവും ഒടുവിൽ ഞാൻ ചോദിക്കട്ടെ, അണ്ണാ ഹസാരെയാണല്ലോ അരവിന്ദ് കെജ്രിവാളിനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്തത്. അണ്ണാ ഹസാരയുടെ സമരമാണല്ലോ അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തിയെ നാം അറിയുന്നത്. ആ അണ്ണാ ഹസാരെ തള്ളി പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം ഇത് സ്വയം കൃതരാർത്ഥമാണ്. ആം ആദ്മി പാർട്ടി എന്താണോ ജനങ്ങളോട് പറഞ്ഞത് ആ ഒരു കാര്യം പോലും പാലിക്കാൻ തയ്യാറായില്ല. ഇവർക്ക് ഏതെങ്കിലും സംബന്ധിച്ചുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ അത് പരാതിപ്പെടാം. പക്ഷെ പരാതിപ്പെടുമ്പോ ജയിക്കുന്ന സമയത്തും പരാതിപ്പെടാൻ തയ്യാറാണ്. ജയിച്ചാൽ എല്ലാം ഓക്കെ, പരാജയപ്പെട്ടാൽ എല്ലാം മോശമാണ് എന്ന് പറയുന്ന സ്ഥിതി ഉണ്ടാവരുതെന്ന് ഞാൻ പറയുന്നത്. ശരി, വ്യക്തമാണ് നിലപാട്. ശ്രീ അരുൺ ജോസഫ്, ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? ഒരു പ്രത്യയശാസ്ത്ര നിബന്ധനയുള്ള ഒരേ ആശയഗതിക്കാരുടെ ഒരു കൂട്ടായ്മ അല്ല ആം ആദ്മി പാർട്ടി. അത് പലതരത്തിലുള്ള, പല നിലപാടുകളുള്ള, പല നിലവാരമുള്ള, പല രാഷ്ട്രീയ അവസ്ഥകളുള്ള, പല താല്പര്യങ്ങളുള്ള ആളുകളുടെ ഒരു കൂട്ടം മാത്രമാണ്. അതുകൊണ്ടല്ലേ ഒരു രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണാതെ, മോദിയെ പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായി പ്രതിരോധിക്കണം. അതിന് കഴിയാതെ വരുമ്പോഴാണല്ലോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറയേണ്ടി വരുന്നത്. അല്ലല്ല, ഒരിക്കലുമല്ല. ഇവിടെ മോദിയെ എന്നൊരു വ്യക്തിയല്ല ആം ആദ്മി പാർട്ടി എപ്പോഴും ആക്രമിച്ചിട്ടുള്ളത്. BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയും നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും എല്ലാം എടുത്തിട്ടുള്ള പല പല നിലപാടുകളെയാണ് ആം ആദ്മി പാർട്ടി എക്കാലത്ത് വിമർശിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പോഴും ആ വിമർശനം നമ്മൾ
ഉന്നയിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനത്തെ ഒരു വിഷയം വന്നാൽ അത് ഉന്നയിക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഇവിടെ ആളുകളുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൽ, ഒരു ആൻറ്റി കറപ്ഷൻ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലാണ് ആം ആദ്മി പാർട്ടി ഉണ്ടാകുന്നത്. അപ്പോൾ ഇടതുപക്ഷ സമീപനമുള്ളവരും വലതുപക്ഷ സമീപനമുള്ളവരും എന്ന് പറഞ്ഞാൽ RSS അടക്കം ആം ആദ്മി പാർട്ടിയുടെ അണ്ണ ആന്തോളൻ മൂവ്മെന്റിൽ ഉണ്ടായിരുന്നു. ആന്റി കറപ്ഷൻ ക്രൂസൈഡിന് ഇപ്പോൾ എന്ത് സംഭവിച്ചു? 16 കോടിയുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്നാണ് സത്യേന്ദ്ര ജെയിനെതിരെയുള്ള ആരോപണമല്ല ഞാൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് സത്യേന്ദ്ര ജെയിനെതിരെ FIR ഇട്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഞാൻ ചോദിക്കുന്നത്. ഇനി സമയമുണ്ടല്ലോ. എന്തിനാ ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആണ്. ഒന്നും വൈകിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് ഈ വൈകിപ്പിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളിൽ ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ആ ഒരു ഡിലേയുടെ ആവശ്യമില്ല. ഞാൻ പറയുന്നത് സത്യേന്ദ്ര ജെയിൻ കാശ് ഒളിപ്പിച്ചിട്ടുണ്ടോ? സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ തന്നെ ആം ആദ്മി പാർട്ടി എടുക്കുന്ന നിലപാടെന്തായിരുന്നു? അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉണ്ടായാൽ അയാളെ ബ്രാൻഡ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു നിങ്ങളുടെ രാഷ്ട്രീയം. ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉയർന്നാൽ അയാൾ കളങ്കിതനായി എന്ന് പ്രഖ്യാപിച്ചായിരുന്നു നിങ്ങളുടെ രാഷ്ട്രീയം. അങ്ങനെയാണ് തുടങ്ങിയത്. ആ പാർട്ടിയാണ് ഇപ്പോൾ സത്യേന്ദ്ര ജെയിൻ്റെ കാര്യത്തിൽ 16 കോടിയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ. ഒന്നുകൂടി ഞാൻ പറയാം, അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവ് രേണു കൺസ്ട്രക്ഷൻ എന്ന കമ്പനി രൂപീകരിച്ച് ബക്കോളിയിൽ ഡ്രൈനേജ് പ്രോജക്ട് നേടിയെടുത്തിരിക്കുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ സർക്കാരിൽ നിന്ന്. അങ്ങനെ നേടിയെടുത്തു എന്നുള്ളത് മാത്രമല്ല, അവർ വ്യാജമായ ബില്ല് പ്രൊഡ്യൂസ് ചെയ്ത്, ഇല്ലാത്ത ഒരു കമ്പനിയുടെ പേരിൽ ബില്ല് പ്രൊഡ്യൂസ് ചെയ്ത് 2 കോടി രൂപ പൊതുഖജനാവിൽ നിന്ന് അടിച്ചെടുത്തിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിനെതിരെ നേരിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരി ഭർത്താവിനെതിരെയാണ് ആരോപണം. അദ്ദേഹം 2 ദിവസം മുമ്പ് മരിച്ചു പോയതുകൊണ്ടാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് അദ്ദേഹം മരിച്ചു, ഇനി അദ്ദേഹത്തിന് ഒന്നും മറുപടി പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ഈ സംഭവം രേഖകൾ അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, അവർ പ്രൊഡ്യൂസ് ചെയ്ത ബില്ലില്ലേ? അഭിലാഷ്, ഞാൻ ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി അറസ്റ്റോ FIRോ വന്നിട്ടല്ലേ ഉള്ളൂ? ലളിതകുമാരി കേസിന്റെ കാര്യം അറിയാലോ. എന്തുകൊണ്ട് ഇമ്മീഡിയറ്റ് FIR ഇടുന്നില്ല? പോട്ടെ, ഒരു PA എങ്കിലും ഇടണ്ടേ? ഒന്നും വേണ്ട. കോൺട്രാക്ട് അവാർഡ് ചെയ്ത് കോൺട്രാക്ട് അവാർഡ് ചെയ്താരാ? ഡൽഹി മുഖ്യമന്ത്രിക്ക് അന്വേഷണം എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ലെറ്റ് മി കംപ്ലീറ്റ്. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഇത് ഇപ്പോഴാണോ കോൺട്രാക്ട് അവാർഡ് ചെയ്തത്? എന്നാ കോൺട്രാക്ട് അവാർഡ് ചെയ്തത്? 2015 അവാർഡ് ചെയ്ത കോൺട്രാക്ടിനെ പറ്റി കപിൽ മിശ്ര ഇപ്പൊ ഒരു കെട്ടുകഥ പറഞ്ഞപ്പോഴാണോ മീഡിയയും പിന്നെ എങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാളിന് സ്വന്തം ബന്ധുവിന് ഇങ്ങനെ PWD വകുപ്പിൽ ഒരു കോൺട്രാക്ട് കൊടുക്കാൻ കഴിയുക? അത് സ്വജനപക്ഷപാതം. നിങ്ങൾ പറയുന്ന അഴിമതിയുടെ പരിധിയിൽ വരും. അത് രണ്ട് ഈ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ബില്ല് വ്യാജമാണ്. ഇല്ലാത്ത ഒരു കമ്പനിയിൽ നിന്ന് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ടാണ് 2 കോടിയുടെ ബില്ല് പാസ്സാക്കി എടുത്തിരിക്കുന്നത്. 2 കോടി രൂപ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചു കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഫേക്ക് ആണ്. അതുകൊണ്ടാണ് ആരോപണം വന്ന സ്ഥിതി മറുപടി പറയാൻ ഉദാഹരണം ഞാൻ പറയുന്നത്. ഇവിടെ ഒരു AAP MLA അദ്ദേഹത്തിന്റെ ഭാര്യയും തമ്മിലുള്ള വഴക്കിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിന്റെ അറ്റോർണി ജനറൽ അദ്ദേഹത്തിന് ബെയിൽ ആപ്ലിക്കേഷൻ ഡിനൈ ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതി പോയ ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. അങ്ങനെയുള്ള കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഏജൻസികൾ ഇത്രയും വലിയ ആരോപണം വന്നിട്ട് ഒരു പ്രിലിമിനറി എൻക്വയറി PE പോലും ഇട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അഭിലാഷ് പറയണം, വരുന്നിടം വരെയെങ്കിലും നമുക്ക് രാഷ്ട്രീയ സംസ്കാരം ധാർമ്മികത എന്ന് പറയുന്നത്. ശരി, ഇനിയിപ്പോ ഇത് അന്വേഷിച്ച് ഇതിൽ അരവിന്ദ് കെജ്രിവാളിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ മാസങ്ങളോ വർഷങ്ങളോ തന്നെ എടുത്തേക്കാം. അതുവരെ കാത്തിരിക്കുക എന്നുള്ളതല്ല നിങ്ങൾ പറഞ്ഞിരുന്ന രാഷ്ട്രീയ ധാർമ്മികത. പിന്നെ ഈ കോൺട്രാക്ടിന്റെ കീഴിൽ തന്നെ അതിങ്ങനെ അരവിന്ദ് കെജ്രിവാളിനെ ഡയറക്റ്റ് ബാധിക്കും. അതാ കൺസേൺ ഡിപ്പാർട്ട്മെന്റിലെ ബാധിക്കുള്ളൂ. അങ്ങനെ ഒരു എൻക്വയറി വന്നാൽ തന്നെ മുഖ്യമന്ത്രിയുടെ ശരി, അങ്ങനെയാണ്. ഈ PWD മന്ത്രി സത്യേന്ദ്ര ജെയിൻ ആണല്ലോ. ഈ സത്യേന്ദ്ര ജെയിൻ 2 കോടി രൂപ കൊടുത്തു എന്നാണല്ലോ കപിൽ മിശ്രയുടെ ആരോപണം. അതിന് ഞാൻ പറഞ്ഞത് ഈ 2 കോടി രൂപ ഒരു സൂട്ട് കേസിലാക്കി കൊണ്ടുവന്നതിന്റെ വീഡിയോ അവിടെ എവിടെയെങ്കിലും കാണുമല്ലോ. അരവിന്ദ് കെജ്രിവാളിന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ വകുപ്പിൽ ചെയ്ത കാര്യം, അയാൾ കൊടുത്ത കോൺട്രാക്ട് അത് അരവിന്ദ് കെജ്രിവാളിന്റെ ബന്ധുവിനാണ്. അതിന് മുഖ്യമന്ത്രിക്ക് യാതൊരു ബാധ്യതയും ഇല്ല എന്ന് പറഞ്ഞാൽ ശരി, ഇങ്ങനെയൊക്കെ വാദിക്കാം. ഇത് വ്യത്യസ്തമായ ഒരു പാർട്ടി എന്ന് അവകാശപ്പെട്ട് അഴിമതി വിരുദ്ധ കുരിശുയുദ്ധം നടത്തരുത്. ആ രാഷ്ട്രീയം അവിടെ പരാജയപ്പെട്ടു. ഒറ്റ പോയിന്റ് പറയുന്നുള്ളൂ. അരവിന്ദ് കെജ്രിവാൾ നാളെ രാജിവെക്കാം. ആ ഒരു വീഡിയോ ഒന്ന് കാണിച്ചാൽ മതി. ഈ സത്യേന്ദ്ര ജെയിൻ 2 കോടി രൂപയും കൊണ്ട് പോണതിന്റെ ഒരു വീഡിയോ കാണിച്ചാൽ മതി. ഞാൻ പറയുന്നത് ഇതൊക്കെ ഇനി വേറെ കാര്യം പറയാം. ഞങ്ങളുടെ രാഷ്ട്രീയ ധാർമ്മികത പോയിന്റ് പറഞ്ഞു. 2 മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം വന്നപ്പോൾ
ഒന്ന് അഴിമതി ആരോപണം, രണ്ട് വ്യത്യസ്തമായ ആരോപണം വന്നു. ഒന്ന് ക്യാരക്ടറിൻ്റെ ഇഷ്യൂ ആയിരുന്നു വന്നിരുന്നത്. സന്ദീപ് എന്ന് പറഞ്ഞ ഒരു മന്ത്രിക്കെതിരെയും പിന്നെ അതുപോലെ അസീം ഖാൻ എന്ന് പറഞ്ഞ മന്ത്രിക്കെതിരെയും രണ്ട് ആരോപണം വന്നു. ആ രണ്ട് കേസിലും ഇമ്മീഡിയറ്റ്ലി കാരണം അതിന് മെറിറ്റ് ഉണ്ടായിരുന്നു. മെറിറ്റ് ഇല്ല എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന ഇതിന്റെ കേസിനകത്ത് സ്വാഭാവികമായിട്ട് സമയം വേണം. ഇലക്ഷൻ കമ്മീഷന്റെ സമയമൊന്നുമില്ല, പെട്ടെന്ന് നടപടി എടുക്കണം. സമ്മതിച്ചു. അതല്ല ഞാൻ പറഞ്ഞു. സമ്മതിച്ചു. ഇനി രണ്ടാമത്തെ കേസ് വരാൻ നേരത്ത് ഈ IPLുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വാദാരോപണം അരുൺ ജെയ്റ്റ്ലിയും അരവിന്ദ് കെജ്രിവാളുമായിട്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട്. ഈ ആരോപണം രാഷ്ട്രീയത്തിൽ ഉന്നയിക്കുമ്പം അത് വളരെ സത്യസന്ധമായിരിക്കും. പെട്ടെന്ന് പ്രസിദ്ധി കിട്ടിയതും പെട്ടെന്ന് ആൾക്കാർ ഒരുപാട് വിശ്വാസം അർപ്പിച്ചൊരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വളരെ കാര്യം വളരെ ശക്തിയുള്ള ഒരു ഉരുക്കുപോലെ നല്ല ശക്തിയുള്ള ആരോപണമായിരിക്കും. ഇല്ലെങ്കിൽ ഒരു പ്രശ്നം ഇതേപോലത്തെ അവസ്ഥയായിരിക്കും ഫേസ് ചെയ്യേണ്ടി വരുന്നത്. പറഞ്ഞു തീർക്കട്ടെ. ഇനി ഇപ്പം അപകീർത്തി കേസ് വളരെ കാര്യമായി ഇന്ത്യയിൽ പൊതുസമൂഹം വളരെ കാര്യമായി വീക്ഷിക്കുന്നത്. കാരണം അരുൺ ജെയ്റ്റ്ലി നിയമജ്ഞനാണ്, അരവിന്ദ് കെജ്രിവാളും വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള പൊളിറ്റീഷ്യനാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മളെല്ലാം വളരെ സൂക്ഷിച്ചിട്ട് പിന്നെ ഇതിനകത്തേക്ക് ഒരു പിൻവലിയുന്ന സ്വഭാവമാണ് അരവിന്ദ് കെജ്രിവാൾ പലപ്പോഴായി കാണിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ പേഴ്സണലായിട്ടുള്ള കാര്യത്തിന് പോലും പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് കോടതി ചെലവിന് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു ആരോപണവും വന്നു കഴിഞ്ഞു. മറുപടി പറയാം. ഒന്നും പേഴ്സണൽ കാര്യമല്ല. അവിടെ ഡൽഹി ക്രിക്കറ്റ് ബോർഡിൽ നിന്നുണ്ടായ അഴിമതി അത് പബ്ലിക് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഡൽഹി ക്രിക്കറ്റ് ബോർഡ് എന്ന് പറയുന്നത്. അതിലുണ്ടായ അഴിമതിയാണ് അരവിന്ദ് കെജ്രിവാൾ എക്സ്പോസ് ചെയ്തത്. അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി ചെയ്തതല്ല. രണ്ടാമത്തെ കാര്യം, ആയിക്കോട്ടെ, ഇനി നമുക്ക് ആ തർക്കത്തിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. വളരെ നന്ദി ശ്രീ അരുൺ, ശ്രീ ആദർശ്, ശ്രീ MT രമേശ്, ശ്രീ മുഹമ്മദ് റിയാസ് ചർച്ചയിൽ പങ്കെടുത്തതിന്.